എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി. പുരുഷന് തുല്യം സ്ത്രീക്കും സ്വാതന്ത്ര്യം വേണം എന്ന് അടരാടുന്ന ഒരു വനിതയാണ് ഇന്ന് ഈ പരിപാടിയിലെ മത്സരാർത്ഥി. ഒരുപാട് കാലം പോലീസിലായിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വനിതാ പോലീസുകാരുടെ കോസ്റ്റ്യൂം ഉൾപ്പെടെ പരിഷ്കാരം ഉണ്ടാക്കുന്നതിൽ ഈ വനിത മുന്നണി പോരാളിയായി വരികയാണ്. സുൽത്താൻ ബത്തേരിയിലെ മാടക്കരയിൽ നിന്ന് എന്നെ വിനയ. തന്റേടിയായ ഒരു പോലീസുകാരി എന്നുള്ള അടക്കം പറച്ചിലുകൾക്കപ്പുറം എന്നെ വിനയ എന്ന വയനാട്ടുകാരി കാക്കിയുടെ കരുത്തിലും തുല്യനീതിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ പോരാളി കൂടിയാണ്. പോലീസ് സേനയിലെ സ്ത്രീ പുരുഷ വിവേചനത്തിനെതിരെ നിയമപാലക ജോലിയിലെ അച്ചടക്കത്തിന്റെ അതിരുകളിൽ ചുവടുറപ്പിച്ച് വിനയ നടത്തിയ ഒറ്റയാൾ പോരാട്ടങ്ങൾ വാർത്തകളുടെ തലക്കെട്ടുകളായി. സർവീസിൽ നിന്നും വിരമിച്ചിട്ടും പോലീസ് സേന നൽകിയ ആത്മവിശ്വാസം വിനയയുടെ മനസ്സിലും ജീവിതയാത്രയിലെ ചുവടുകളിലും ഇപ്പോഴും റിട്ടയർ ചെയ്തിട്ടില്ല. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയല്ലാതെ സ്ത്രീകളുടെ തുല്യനീതിക്ക് വേണ്ടി വിനയ ഉയർത്തിയ നിലപാടുകൾക്കൊപ്പം അടുത്ത സൗഹൃദങ്ങളുടെ പിന്തുണയുമുണ്ടായിരുന്നു. നിയമപാലനത്തിന്റെ കാക്കിക്കുപ്പായത്തോടും നീതിബോധത്തിന്റെ സ്ത്രീ ശാക്തീകരണത്തോടും സ്വന്തം ജീവിതത്തിലും ജോലിയിലും കൈവിടാതെ കാത്തുസൂക്ഷിച്ച പ്രതിബദ്ധതയുടെ കരുത്തുമായി ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് വരുന്നു എന്നെ വിനയ. ഹായ് കുട്ടേട്ടാ. നമസ്കാരം വിനയ. നമസ്കാരം. ഹായ് വിനയ, നമസ്കാരം. നമസ്കാരം. വിനയ, കുറെ കാലത്തിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വിനയെ കാണുന്നത്, അല്ലേ? ഓക്കെ. എനിക്ക് തോന്നുന്നു അന്ന് വിനയ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നിട്ടില്ല. പോലീസുകാരിയായിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നല്ലേ? തൃശ്ശൂർ, തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ കണ്ടത്. നമ്മൾ തമ്മിലാണ് കണ്ടത്. അതെ. പിന്നീട് കുറെ കാലമായി, ഒരു 3 പതിറ്റാണ്ട് കടന്നെന്ന് തോന്നുന്നു. ഏകദേശം. ഇപ്പൊ വീണ്ടും കാണാൻ പറ്റിയല്ലോ. ഇപ്പൊ സർവീസിൽ നിന്ന് വിരമിച്ചു. ഞാനിപ്പോഴും വിരമിക്കാതെ നിൽക്കുക. ഓക്കെ. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് പോകുന്നു. ഇപ്പൊ എവിടെയാ ഉള്ളത്? സുൽത്താൻ ബത്തേരി തന്നെയുള്ളത്? അതെ അതെ, എന്റെ നാട് മാടക്കരയിലാണ്. മാടക്കരയാണ്. അപ്പൊ അവിടെ തന്നെ താമസിക്കുന്നു? അതെ അതെ, അവിടെ തന്നെയാണ്. ഓക്കെ. കുടുംബമൊക്കെ എന്തായി? മകള് കാനഡയിലാണ്. ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു കാനഡയില്. മകന് ഇപ്പൊ എനിക്കൊരു പ്രോജക്റ്റ് ആയിട്ട് മകൻ എന്റെ കൂടെ ഉണ്ട്, ഹസ്ബൻഡും എന്റെ കൂടെ ഉണ്ട്. സുഖം, കുഴപ്പമൊന്നുമില്ല. എന്റെ അമ്മയുണ്ട്. അവസാനം റിട്ടയർ ചെയ്ത് എവിടുന്നായിരുന്നു? ഇരിങ്ങാലക്കുട എന്നാണ്, അതായത് തൃശ്ശൂർ റൂറൽ വനിതാ പോലീസ് സ്റ്റേഷൻ SHO ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. ഒരുപാട് കാലമായോ റിട്ടയർ ചെയ്തിട്ട്? കഴിഞ്ഞ മെയ് 20 സമയത്ത് റിട്ടയർ ചെയ്തേ ഉള്ളൂ, അല്ലേ? 6 മാസം 8 മാസം. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും പ്രോജക്റ്റിൽ ഇൻവോൾവ് ആണോ? അതെ അതെ, ഇപ്പൊ ഒരു പെൺകളിക്കളം എന്ന് പറഞ്ഞിട്ടൊരു പെൺകളിക്കളം. അത് മാടക്കരയില് തന്നെ, അതായത് സ്ത്രീകൾക്ക് ഒരു കളിക്കള പാരമ്പര്യം ഇല്ലല്ലോ. അപ്പം അത് ആ ഒരു കളിക്കള പാരമ്പര്യം സ്ത്രീകൾക്ക് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു ഗ്രൗണ്ട്, പ്ലേ ഗ്രൗണ്ട് സ്ത്രീകൾക്കായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പെൺകളിക്കളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പുരുഷന്മാർക്കൊന്നും കയറാൻ പറ്റത്തില്ല. അങ്ങനെയല്ല, ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളും പുരുഷന്മാരുടേതാണല്ലോ. അപ്പം അങ്ങനെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് തന്നെ ഒരു പ്രദേശം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവര് എൻട്രി ഉണ്ടാവും. നമ്മൾ റോഡ് സൈഡിലുള്ള കളിക്കളങ്ങളിലൊന്നും തന്നെ, സ്കൂൾ ഗ്രൗണ്ടുകളിലൊന്നും തന്നെ പെൺകുട്ടികൾ കളിക്കുന്നത് നമ്മൾ കാണാറില്ലല്ലോ. അവർ കളിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ആരും അന്വേഷിക്കാറുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് കളിക്കാൻ ഇടം, അത് മുതിർന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ സ്ത്രീകൾക്ക് കളിക്കാവുന്നൊരു സ്ഥലം. അവർക്ക് എപ്പോൾ വേണേലും വരാം. അവിടെ സൈക്ലിംഗ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, വോളിബോൾ ഉണ്ട്, പിന്നെ ഷട്ടിൽ ബാഡ്മിൻ്റൺ ഉണ്ട്, സ്കിപ്പിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട്. ഈ വിനയ ശരിക്കും ഒരു സ്ത്രീ എന്ന നിലയിൽ അവഗണിക്കപ്പെടുക അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ കൊണ്ടാണോ വിനയ ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കളിക്കളങ്ങൾ ഇതൊക്കെ ഇപ്പോഴും ഉണ്ടാക്കുന്ന ആ ജോലി തുറന്നുകൊണ്ടേയിരിക്കുന്നത്? അതൊരു റിയാലിറ്റിയാണ്. കാരണം ഇവിടെ ആത്മാഭിമാനമുള്ള, ആജ്ഞാശക്തിയുള്ള, ശരീരഭാഷയുള്ള പെൺകുട്ടികളില്ല. അതുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾ ഇഷ്ടംപോലെ ആത്മഹത്യ ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ അവരെ കൊല ചെയ്യപ്പെടുന്നതിൻ്റെ ഒക്കെ കാരണം, അവർ ടോർച്ചർ ചെയ്യപ്പെടുന്ന, കുടുംബങ്ങളിൽ ടോർച്ചർ ചെയ്യപ്പെടുന്നതിൻ്റെ ഒക്കെ കാരണം അവരിലൊരു ശരീരഭാഷ, ആജ്ഞാശക്തിയുള്ള ശരീരഭാഷ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ തന്നെ ഒരു 35 വയസ്സ് കഴിയുമ്പോഴേക്കൊക്കെ രോഗികളാകുന്നൊരവസ്ഥയുണ്ട്.
അതിൻ്റെ എല്ലാം കാരണം ഒരു കളിക്കള പാരമ്പര്യം സ്ത്രീകൾക്കില്ല എന്നുള്ളതാണ്. ഒരു കളിക്കള ആജ്ഞാശക്തി വേണം എന്നത് വിനയ എന്താ ഉദ്ദേശിക്കുന്നത്? ഡെഫിനറ്റ്ലി ആ ബോഡി ലാംഗ്വേജ് തന്നെ. ബോഡി ലാംഗ്വേജ് ഭയങ്കര അവരുടെ ബോഡി ലാംഗ്വേജ് വളരെ ഡിഫറെൻ്റ്. അതായത് ഡിഫറെൻ്റ് എന്ന് വെച്ചാൽ 7ാം ക്ലാസ് വരെ പെൺകുട്ടിയുടെ എനർജി ഇങ്ങനെ പോകും. 7 കഴിഞ്ഞാൽ പിന്നെ വരുന്ന താഴോട്ടാണ്. അത് നമ്മൾക്ക് സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം 1ാം ക്ലാസ് അവരെ കളിക്കുന്നില്ല എന്നുള്ളതാണ് ബേസിക്കായിട്ട്. നമുക്ക് സ്കൂളുകളിൽ മുഴുവൻ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ കാണാം പെൺകുട്ടികൾ ഓരം ചേർന്ന് എവിടെയെങ്കിലും ഇരിക്കുന്നതും ആൺകുട്ടികൾ ഉച്ചയ്ക്കൊക്കെ പന്ത് കളിക്കുന്നത് കാണാം. പെൺകുട്ടികൾ കളിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ആരും അന്വേഷിക്കാറ് പോലുമില്ല. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ടീമുകൾ ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ടീമുകളുണ്ട്, ഫുട്ബോൾ ടീമുകൾ അല്ലെങ്കിൽ മറ്റുള്ള ടീമുകൾ ഒക്കെ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അത് നമുക്ക് തിരുത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ പോലീസിലുള്ള കാലത്ത് ഞാനത് ധാരാളം ചെയ്തിട്ടുണ്ട്. കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നത്? എന്ന് എൻ്റെ ഫ്രണ്ട് അനിൽ ജോസ് ഉണ്ട്. അനിൽ ജോസ് പിന്നെ ഒരു പരിചിതനാ, നമ്മുടെ ടോക്ക് ഷോകളിലൊക്കെ അനിൽ ജോസ് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ജനകീയ കോടതിയിലും വന്നു അല്ലേ? ഓക്കെ. മോളുടെ പേരെന്താ? ആരാധ്യ. ആരാധ്യ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 3ാം ക്ലാസ്. വീട് എവിടെയാ? നമ്പിക്കൊല്ലി. മകളാണോ? അതെ അതെ. ഓക്കെ. താങ്കളുടെ പേരെന്താ? എന്റെ പേര് ഗീത. ഇദ്ദേഹമായിട്ട് എന്താ ബന്ധം? ഞങ്ങള് അയൽവക്കാണ്. 10-26 വർഷത്തെ പരിചയമുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് മുതലുള്ള പരിചയമാണ് ചേച്ചിയായിട്ട്. ആണോ? ചേച്ചിയെ കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ? ഇല്ല. ഓക്കെ. എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടട്ടെ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ജോലി അറിയാമല്ലോ. ഇദ്ദേഹത്തിന് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാണിക്കാതെ മറുപടി കൊടുക്കണം അല്ലേ? ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു മത്സരവേദിയിൽ പിന്നെ വരുന്ന ആദ്യമായിരിക്കും. അതെ അതെ അല്ലേ? അതെ അതെ. അല്ല അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ മറ്റേ GS പ്രദീപിന്റെ കൂട്ടത്തിൽ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു പങ്കെടുത്തോ? അശ്വമേധത്തിൽ പങ്കെടുത്തു അല്ലേ? എനിക്ക് തോന്നുന്നത് ഈ പോലീസ് സേനയിലെ വിനയ എനിക്കൊന്ന് സ്ത്രീകൾക്ക് വേണ്ടി കുറെ പോരാടിയിട്ടുണ്ട്. അപ്പൊ അവിടെയും ഇങ്ങനെ അവഗണനയുടെ പ്രശ്നമുണ്ടോ? ഈ പുരുഷ സ്ത്രീ വ്യത്യാസം, അതായത് പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആവശ്യമില്ല. റിയാലിറ്റി ആണോ കേരളത്തിൽ? വളരെ ശക്തി. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണോ എന്ന് പോലും അറിയില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ദുരന്തം. എനിക്ക് തോന്നുന്നു താങ്കൾ അതിനുവേണ്ടി ഒരു ഹൈക്കോടതിയിൽ റിട്ടൊക്കെ ഫയൽ ചെയ്തില്ല, സ്വന്തമായി വാദിക്കുകയും. അത് 99 അതായത് നമ്മളെ ഭാഷയിൽ വരുന്ന അപേക്ഷാ ഫോമുകളിൽ എല്ലാം തന്നെ വരുന്ന ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അതായത് ആർട്ടിക്കിൾ 14-15 വിവേചനമാണ്, 21 വിവേചനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ റിട്ട് ഫയൽ ചെയ്തത്. അതായത് ഇന്ത്യ ഒപ്പുവെച്ച സിഡോ ഉടമ്പടിയുണ്ട്. സിഡോ ഉടമ്പടിയിൽ പറയുന്നുണ്ട് നമ്മളൊരു വിവേചനവും സ്ത്രീകളോട് കാണിക്കുന്നില്ല, സ്ത്രീ പുരുഷ വിവേചനങ്ങൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഉടമ്പടിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനന്ന് റിട്ട് ഫയൽ ചെയ്തതും വാദിച്ചതും. അതിൽ വേറെ ഒന്നുമില്ല. അപേക്ഷാ ഫോമുകൾ ഇന്ന് കുറേ മാറ്റങ്ങൾ വന്നു. അതിനുശേഷം സ്റ്റിൽ കണ്ടിന്യൂ. ഇപ്പം നമ്മൾ റെയിൽവേ ആപ്ലിക്കേഷൻ ഫോം എടുത്തിട്ടുണ്ടെങ്കിൽ മെയിൽ ഫീമെയിലിന് കാണാം. അപ്പൊ അതിനുശേഷം അല്ലേ ഈ അപേക്ഷാ പുറത്തിൽ ഭാര്യയെന്ന് മാറ്റി ജീവിത പങ്കാളിന്നാക്കിയത്? അതെ അതെ. എന്നാലും മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നിടത്ത് തന്നെ മെയിൽ ഡോമിനേഷൻ അല്ലേ? ആൽഫബറ്റിക് സീനിയോറിറ്റി അനുസരിച്ച് F അല്ലേ ആദ്യം വേണ്ടേ? ഫീമെയിൽ മെയിൽ അല്ലേ വേണ്ടേ? അപ്പൊ ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്, കുറെ സ്ഥലങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. സ്കൂൾ അറ്റൻഡൻസ് ബുക്കൊക്കെ ആദ്യം ആൺകുട്ടികളുടെ പേരിന് ശേഷം പെൺകുട്ടികളുടെ പേര് എന്നുള്ള നിലയൊക്കെ മാറി ഇപ്പോൾ ആൽഫബറ്റിക് ഓർഡറിലാക്കിയിട്ടുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെയായിരുന്നു. ആദ്യം ആൺ പോലീസിന്റെ പേര് പിന്നെ പെൺ പോലീസിന്റെ പേരായിരുന്നു. അതൊക്കെ മാറ്റിയിട്ടുണ്ട്, മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഫോമുകളിൽ കുറെ മാറ്റം വരുത്തിയിട്ടുണ്ട്. വിനയുടെ ഒരു ബാല്യകാലം എങ്ങനെയായിരുന്നു? അത് കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടോ? ഞങ്ങൾ 5 പെൺകുട്ടികളായിരുന്നു. അപ്പം ടോട്ടൽ 5 പെൺകുട്ടികളെ മാത്രമായിരുന്നു വീട്ടില്? വീട്ടിലെ അച്ഛനും അമ്മയും ഞങ്ങൾ 5 പെൺകുട്ടികളും. പിന്നെ എന്റെ എത്രാമത്തെ ആയിരുന്നു? ഞാൻ 3ാമത്തെ. പിന്നെ എന്റെ അയൽപക്കം, നാട്ടുകാര്, എന്റെ കുടുംബക്കാര്. എവിടെയാ ജനിച്ചത്? അത് ജനിച്ചതെന്ന് പറഞ്ഞാൽ അമ്മയുടെ തറവാട്ടിലാണ്. പക്ഷെ പിന്നീട് വളർന്ന മുഴുവൻ വയനാട്ടിലെ കോഴിക്കോട്. പിന്നെ വളർന്നതൊക്കെ വയനാട്ടിലാണ്. മാടക്കരൻ്റെ ദേശത്ത് തന്നെയാണ്. അപ്പോഴൊക്കെ എൻ്റെ അയൽപക്കത്തെ സ്ത്രീകളോട് കാണിക്കുന്നത്, എൻ്റെ കുടുംബത്തിലെ സ്ത്രീകളോട് കാണിക്കുന്നത് പിന്നെ ആ ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള അവരാണ് ടോപ്പ്, ആണുങ്ങളാണ് ടോപ്പ്. അവർ അവർക്ക് വെച്ചൊരുക്കി മേശപ്പുറത്ത് വെച്ച് കൊടുക്കണം, മറ്റവരെ എപ്പോഴെങ്കിലും തിന്നാലായത്. അങ്ങനെ ഒരു റെസ്പെക്റ്റും ഇല്ലാത്ത സ്ത്രീകളെ കണ്ട് വളർന്ന വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ അയൽപക്കത്താണേലും എല്ലാ സ്ഥലത്തും. അത് സ്കൂളിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ആ മെയിൽ ടീച്ചേഴ്സിൻ്റെ ഡോമിനേഷനിലാണ് മറ്റേ ടീച്ചേഴ്സ്. അങ്ങനെയല്ല. പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നതിന് മദർ PT എന്തിനാണ്? മദർ PTയുടെ ആവശ്യമില്ലല്ലോ, PTA പോരെ. അപ്പോൾ അത് മുഴുവൻ ഇങ്ങനെ ഒരു ശീലമാക്കി, മെയിൽ ഡോമിനേഷൻ ഒരു ശീലമാക്കിയ ഒരു സമ്പ്രദായമാണ്. അത് ശരിയേ അല്ല, തെറ്റാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അന്ന് മുതൽ. ഈ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ തന്നെ
ഫൈറ്റ് ചെയ്തോ? അത് എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ എനിക്ക് എവിടെയായിരുന്നു ആദ്യത്തെ ഫൈറ്റിന് ലോഞ്ചിങ് നടത്തിയത്? അല്ല, കാരണം ഇത് സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ കുട്ടിക്കാലം മുതലേ. ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ 3 വയസ്സിൽ തന്നെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടുണ്ട്. കാരണം ഞാനും എൻ്റെ അനിയത്തിയും തമ്മിൽ 1.5 വയസ്സിന്റെ വ്യത്യാസമാണുള്ളത്. അപ്പൊ ഗീത അവള് 3 വയസ്സൊക്കെ ആയപ്പോൾ എനിക്കൊരു 4-4 വയസ്സുണ്ടാവുമായിരിക്കും. അപ്പൊ അത്രയൊക്കെയല്ല, എന്തായാലും അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അപ്പൊ അവള് ഈ ഷിമ്മീസിട്ട് തലകുത്തി മറിയുമ്പോൾ അമ്മ ഇങ്ങനെ താത്തിയിട്ട് കൊടുക്കണതും പിന്നെ ഇങ്ങനെ പറയണതും ഒക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്, അന്ന് മുതലേ ഉണ്ട്. അത് ആൺകുട്ടികളോട് വലിയ പ്രൗഡായിട്ടും, ഇപ്പോൾ ഇളയച്ചൻ്റെ മകനുണ്ട്, അപ്പോൾ അവരോട് പിന്നെ അവരൊരു ഷെഡിയിട്ടില്ലേ പ്രൗഡായിട്ടും, പെൺകുട്ടികളോട് വളരെ മോശമായിട്ട് ഇച്ചിച്ചി എന്ന് പറയുന്ന ആ ഒരു ഇതും. അപ്പോൾ അങ്ങനെ എപ്പോഴും ആ ഒരു വല്ലാതെ ഒരു ഇൻസൾട്ടിങ് ഇങ്ങനെ നമ്മളിൽ ഇഞ്ചക്ട് ചെയ്യുന്നത് എനിക്ക് നന്നായിട്ട് ആ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വലിയ അനീതിയാണെന്നുള്ളതും എനിക്ക് ഈ പബ്ലിക്കലി ഇത് നമ്മൾ എപ്പോഴെങ്കിലും ഇതൊരു ഇടപെടലാണല്ലോ ശരിക്കും, അല്ലേ? ഈ ഒരു ഇടപെടൽ നമ്മുടെ ഓർമ്മയിൽ ആളുകൾ ശ്രദ്ധിച്ചു എന്നായിരുന്നു. അത് ചെറുപ്പം മുതൽ ഉണ്ടെങ്കിലും നമ്മൾ പിന്നെ വലുതാവുമ്പോഴാണല്ലോ നമ്മളുടെ കല്യാണം അങ്ങനെ അതിനോടൊക്കെ അനുബന്ധിച്ചിട്ടായിരിക്കുമല്ലോ ആളുകൾക്ക്. അപ്പം ഞാൻ ആ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർണമെൻറ്റ്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഓർണമെൻറ്റ്സ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഈ വിവാഹത്തിന് വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് ഡിമാൻഡായിരുന്നു. എന്തായിരുന്നു ഡിമാൻഡ് വെച്ചിരുന്നത്? വെറും നല്ല താലി കിട്ടില്ല, പിന്നെ താലി, സീമന്തരേഖ, പുടവ, ഇതിനൊക്കെ ഞാൻ എതിരായിരുന്നു. പിന്നെ താലി കെട്ടാതിനൊരു ഒരു രേഖ വേണമല്ലോ, എന്തെങ്കിലും. അപ്പൊ ആ ഡോക്യുമെന്റ് പുരുഷനെന്താണ്? പുരുഷന് താലി കെട്ടി കൊടുത്താൽ മതിയായിരുന്നു. എന്തിനാ? അതിന്റെ ആവശ്യമില്ല. ഒരു ആവശ്യമില്ലാത്തൊരു സാധനം രണ്ടാം കൂടി ആവുന്നതിന് മേലെ ഒരാൾ അങ്ങോട്ട് ഒഴിവാക്കുക. ഇതെല്ലാം അദ്ദേഹം സമ്മതിച്ചോന്നുള്ളതല്ല, എനിക്ക് അങ്ങനെ ഡിമാൻഡുള്ള ആളാണ് ഞാൻ സെർച്ച് ചെയ്തത്. അങ്ങനെ അപ്പം അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തി. കണ്ടെത്തിയതാണ്. ഞാൻ കണ്ടെത്തി. അയാളോടൊപ്പം തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്? ഡൈവേഴ്സ് ചെയ്തിട്ടില്ല. ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നിട്ടില്ല? ഇല്ല. അതൊരു ചെറിയ കാര്യമല്ല. അല്ലല്ല 30 വർഷമായല്ലോ, 32 വർഷത്തോളം ഇപ്പം ഒന്ന് ജീവിക്കും. ഓക്കെ. വിനയുടെ മക്കളൊക്കെ ഇതിനോടുള്ള അപ്രോച്ച് എങ്ങനെയായിരുന്നു? കുട്ടികളൊക്കെ അവര് വളർന്നു വന്നതേ ഈ ഒരു സാഹചര്യം കണ്ടുകൊണ്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അതിന്റെ ഭാഗമായിട്ടാണ് അവര് വളർന്നു വന്നത്. അല്ലാതെ ഇത് എപ്പോഴും നമ്മൾ ചോദിക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അയാൾക്ക് ഇഷ്ടപ്പെട്ടു, നമ്മളെപ്പോഴും ഔട്ടാണ്. എത്ര ഒരു സ്ത്രീയുടെ ത്യാഗം മുഴുവൻ ഒരു പുരുഷന്റെ ഔദാര്യമാണെന്ന് പറയാൻ ഇങ്ങനെ വെമ്പുകയാണ്. അതെന്തിനാണ്? അതിന്റെ ആവശ്യമില്ല. വീട്ടിലെ ഒരു അന്തരീക്ഷം ഇപ്പം വിനയുടെ ഇങ്ങനെയൊക്കെയുള്ള ചില നിലപാടുകൾ രൂപപ്പെടുത്താനായി എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? ശരിക്കും സ്വാധീനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കടികിട പിന്നോട്ട് പോവാത്തത് കൊണ്ട് നമ്മളോടൊപ്പം സഞ്ചരിക്കുകയും മറ്റുള്ളവർക്ക് നിവൃത്തിയുള്ളൂ എന്നുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന പാത്ത് ശരിയാണ്, നമ്മുടെ പാത്തിലൊരു മിസ്റ്റേക്കും ഇല്ല, 100% ശരിയാണെന്ന് അത് ഓരോ ദിവസവും വളരെ ക്ലിയറാക്കി അവർക്ക് തന്നെ പ്രൂവ് ചെയ്യിക്കാനും അല്ലെങ്കിൽ അവർക്കത് പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ എനിക്കൊന്ന് ഈ ആണുങ്ങൾ കഴിച്ച പാത്രം എടുത്തുകൊണ്ട് പെൺകുട്ടികൾ കഴുകുക, അതിനോടൊക്കെ വിനയ്ക്ക് കുട്ടിക്കാലത്തെ തന്നെ എതിർപ്പായിരുന്നു. 100%. അപ്പൊ അതിനകത്ത് ഒരു ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്താണോ? അതെ. അത് എന്തിനാണ്? അതിൻ്റെ ആവശ്യം എന്താണ്? അല്ലെങ്കിൽ ഒന്ന് വെച്ച പാത്രവും വിളമ്പിയ പാത്രവും ഒക്കെ ഉണ്ടാവും. എന്നാലും അതൊന്നും ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പം തിന്ന പാത്രം അവരൊരു കെടുകട്ടെ, അപ്പോൾ വെച്ച പാത്രം വിളമ്പിയ പാത്രം അതൊന്നും അഡ്രസ്സ് ചെയ്യാതിരിക്കുക എന്നുള്ള തന്ത്രമാണ് മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ഏത് കാലത്തും ചെയ്തത്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇപ്പം കുട്ടിക്കാലത്ത് തന്നെ ഇതൊന്നും ചെയ്യുന്ന അല്ല, ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ളതല്ല, അത് എല്ലാവരും ചെയ്യണം. അത് പിന്നെ ഒരു ആൺകുട്ടിയുടെ പാത്രം എൻ്റെ അടുത്ത് ആണായതുകൊണ്ട് എടുത്തുകൊണ്ട് കഴുകണം എന്ന് പറയാൻ പാടില്ല. അത് ഞാൻ ചെയ്യില്ല. ഒരാണായതുകൊണ്ട് മാത്രം ഞാൻ ഒരാളെയും, എൻ്റെ അച്ഛനെ പോലും ആണായതുകൊണ്ട് മാത്രം ഞാൻ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. അവർ എൻ്റെ അച്ഛനായതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അച്ഛനായതുകൊണ്ട് എൻ്റെ അങ്ങനെ ആ ഒരു ബന്ധത്തിൽ ആണ് ഞാൻ റെസ്പെക്റ്റ് ചെയ്തത്. അല്ലാണ്ട് ആണെന്നുള്ള നിലയിൽ ഞാൻ ഇന്ന് വരെ ഒരാൾക്കും ഞാൻ റെസ്പെക്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ റെസ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. ആ ഒരു ധാർഷ്ട്യം പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള മേലുദ്യോഗസ്ഥരിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതും ഞാൻ അങ്ങനെ തന്നെയാണ് കണക്ക്. ആണെന്നുള്ള നിലയിൽ ഞാൻ ഒരാളെയും ബഹുമാനിച്ചിട്ടില്ല. അല്ല, അത് എൻ്റെ മേലുദ്യോഗസ്ഥർ എന്നുള്ള നിലയിൽ അതിന് കുഴപ്പമില്ലല്ലോ. മേലുദ്യോഗസ്ഥരാണ്, എൻ്റെ സുപ്പീരിയറാണ്, അത് കുഴപ്പമില്ല. ആസ് എ മാൻ എന്നുള്ള നിലയിൽ അത് പറ്റില്ല. അതായത് ഈ വസ്ത്രധാരണ രീതിയിലൊക്കെ വിനയ വേറെ രീതിയിൽ ശ്രദ്ധിച്ചിരുന്നു. സാധാരണ സ്ത്രീകളുടെ പരമ്പരാഗത വേഷങ്ങളിലൊന്നും വിനയ പ്രത്യക്ഷപ്പെട്ടില്ല. അപ്പൊ അതുപോലെ മുടി, അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു. അതെ, ആവശ്യമില്ല. നമ്മൾ പർപ്പസ്ഫുൾ ആയിട്ട് ഇങ്ങനെ തന്നെ ഇറങ്ങിയാൽ മതി
അത് എന്തിനാണ് ഇങ്ങനെ രണ്ടു തരം വസ്ത്രം, എന്താണ് ആവശ്യം? അതായത് ഈ സ്ത്രീകളുടെ വസ്ത്രം ഭയങ്കരമായിട്ട് അവരുടെ എല്ലാവിധ മൊബിലിറ്റീനെ തടയുന്നുണ്ട്. അതായത് 1ാം ക്ലാസ്സിൽ പോകുന്ന ഒരു കുട്ടി, ഒരു പെൺകുട്ടി, ആ ചെറിയ കാലത്ത് തന്നെ ആൺകുട്ടികൾ തലകുത്തി മറിയും. പെൺകുട്ടി തലകുത്തി മറിയൽ വളരെ LKG പോകുമ്പോൾ തന്നെ നിർത്തും. കാരണം ഷെഡ് കാണുന്നുള്ളതല്ല കൊണ്ട് അവളിപ്പോൾ തലകുത്തി മറിയില്ല. അവളുടെ പ്രായത്തിലുള്ള ആൺകുട്ടികൾ 2 കൈയും കുത്തി കുത്തിയിട്ടൊക്കെ മറിഞ്ഞു, അതായത് അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും ആ തലകുത്തി മറിച്ചിൽ. പെൺകുട്ടിയുടെ കഴിവുകൾ അവിടെ തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. അവൾ അത് പിന്നെ കണ്ടിന്യൂ ചെയ്യില്ല. അപ്പോൾ അതൊക്കെ അവരുടെ വസ്ത്രധാരണം നല്ല തടസ്സമാവുന്നുണ്ട്. ഈ ഉടുപ്പ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ റിട്ടിൽ ആ സാധനം ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. മിഡി എന്ന് പറയുന്ന സാധനം പെൺകുട്ടീനെ ഇത്രമാത്രം ടോർച്ചർ ചെയ്യുന്നൊരു ഡ്രസ്സാണ്. കാരണം മുകളിലൂടെയൊക്കെ പോകുന്ന ചിത്രം, എൻ്റെ ഫോട്ടോ എക്സിബിഷൻ ഉണ്ടായിരുന്നു, കുറേ ഫോട്ടോ എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട്. അതിന് മുകളിലൂടെ പോകുന്ന കുട്ടികൾ, മിഡിയിട്ട കുട്ടികളിങ്ങനെ ഭയന്നിട്ടാണ്, താഴേക്കൂടെ ആരെയും പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഈ മുകളിൽ കൂടെ സഞ്ചരിക്കുക. ഒന്നും ഒരു ഓടി കളിക്കാൻ പറ്റില്ല. അതായത് സാഹചര്യം, കാറ്റില്ലാതെ ഉയർന്ന സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ അനുകൂലമായ സാഹചര്യങ്ങളിൽ മാത്രം കളിക്കുന്നവരായി പെൺകുട്ടി മാറുമ്പോൾ ആൺകുട്ടി ചെറുപ്പത്തിലേ പന്ത് എടുത്തു വിടുകയാണ്. അപ്പോൾ ഈ ഒരു കളിക്കാതെ വളരുന്ന പെൺകുട്ടി തന്നെയാണ് പിന്നെ സ്ത്രീയിലേക്ക് എന്താ പറയുക പരിണമിക്കുന്നത്. അല്ല, ഇത് വിനയുടെ ഇങ്ങനെയുള്ള നിലപാടുകളൊക്കെ വീട്ടിലുള്ള ഇപ്പം മാതാപിതാക്കൾക്കൊക്കെ എന്തായിരുന്നു അപ്രോച്ച്? അവരൊക്കെ തല്ലിക്കെടുത്തിയിട്ടുണ്ടോ? അതോ ഇത് പ്രൂവ് ചെയ്യാനും കുറേയൊക്കെ നമ്മൾ പറയുമ്പോൾ കേട്ടിട്ടില്ലെങ്കിലും ഞാൻ പറയുന്നത് ശരിയാണ് എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സാരിയിൽ നിന്നൊക്കെ മാറുന്നത്. പാൻറ്റ് ഷർട്ടൊക്കെ ഇടുന്നത് എനിക്ക് 98, 99 കാലഘട്ടങ്ങളിലൊക്കെയാണ്. അതുവരെ സാരീൻ്റെ ദുരിതം ഞാനും അനുഭവിച്ച് പോകുന്ന വ്യക്തി തന്നെയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള ട്രാൻസ്ഫറിലൊക്കെ സാരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ ബെർത്തിൽ കിടക്കുമ്പോൾ താഴെയുള്ളവരിങ്ങനെ മേലോട്ട് ഇട്ട് തരുന്നതും, അതായത് ഈ സാരീൻ്റെ മുഴുവൻ ഭാഗം ഇങ്ങനെ താഴോട്ട് കിടക്കുമല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ബാത്റൂമിൽ, അവിടെ ഈ ലേഡീസ് റൂമിൽ അന്ന് ലീവൊക്കെ ഒരു ദിവസമൊക്കെ നമ്മൾ ഒരു ലീവിൻ്റെ ലാസ്റ്റ് ഡേയിലാണ് നമ്മൾ എത്തുക. അപ്പോൾ ആ ദിവസം തന്നെ നമുക്ക് ജോയിൻ ചെയ്യണം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുളിച്ചിട്ടാണ് നമ്മൾ ഡ്യൂട്ടിക്കായിട്ട് പോവുക. അപ്പോൾ അവിടെ തന്നെ കുളിക്കുമ്പോൾ ഈ സാരി മുഴുവൻ ഈ ചളിയിലിതായിട്ട് നിലനിൽക്കും. പിന്നീട് ഞാൻ ഒരു ലുങ്കി എടുക്കും, ജീൻസ് ഇട്ട് വന്ന് ജീൻസ് ആ ലുങ്കീൻ്റെ ഇതിൽ മാറി അങ്ങനെ കുളിക്കാനും ഡ്രസ്സ് മാറാനും ഒക്കെ തുടങ്ങി. പിന്നെ ജീൻസും ഷർട്ടും തന്നെയാക്കി. അത് യാത്രയ്ക്കൊക്കെ കംഫർട്ടബിളാണ്. അത് പിന്നെ ഡ്യൂട്ടിക്കും അങ്ങനെ തന്നെ മഫ്തി ഡ്രസ്സിലൊക്കെ ഇടാൻ തുടങ്ങി. അതൊക്കെ വലിയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടായി. ലുങ്കി കൊടുത്ത് മടക്കി കുത്തി കാണുന്നുണ്ടോ നാട്ടിലൊക്കെ? ഇല്ലല്ല, അങ്ങനെ അതൊക്കെ അത് മടക്കി കുത്തി നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നടന്നിട്ടൊക്കെ ഉണ്ടാവും. അത് ഞാൻ രാത്രിയിലൊക്കെ ചുമ്മാ ഞാനിങ്ങനെ അതൊക്കെ അങ്ങനെയൊക്കെ തമാശക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ നാട്ടിലൊന്നുമല്ല. എൻ്റെ നാട്ടിൽ നിന്ന് അങ്ങനെ ലുങ്കി എടുത്ത് നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അങ്ങനെ നടന്നിട്ടുണ്ട്. മാതൃത്വം അങ്ങനെയുള്ള സങ്കല്പത്തോടെ വിനയ എങ്ങനെ കലയിക്കാൻ ശ്രമിച്ചത്? അത് കലയിക്കുന്നല്ല, മാതൃത്വം എന്ന് പറയുന്നത് നമ്മൾ പറയും മാതൃത്വം ഭയങ്കര സോഫ്റ്റ് ആണെന്നാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ പവിത്രവും സോഫ്റ്റുമാണ്, അങ്ങനെയാണ് നമ്മുടെ സോഫ്റ്റുമാണ്. അത് ശരിക്കും തെറ്റാണ്. മാതൃത്വം വൈൽഡാണ് ശരിക്കും. ഇപ്പം നമ്മളൊരു കോഴി, അതിൻ്റെ അടിയിരിഞ്ഞ് വെക്കുന്ന കോഴീൻ്റെ അടുത്തേക്ക് നമ്മൾ പോയിട്ടുണ്ട്, അത് കൊത്താൻ വരും. പിന്നെ ഒരു പട്ടി, അത് പ്രസവിച്ചെടുക്കുന്ന പട്ടീൻ്റെ അടുത്തേക്ക് ഒരാൾ അപ്രോച്ച് ചെയ്യണം, അത് ചീറിപ്പായും. അങ്ങനെ മാതൃത്വം ശരിക്കും വൈൽഡാണ്. അത് നമ്മളിത് അത് ഭയങ്കര പവിത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അങ്ങനെ ആക്കി ഒന്നിനും കൊള്ളാതെ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ മത്സരത്തിലേക്ക് വന്നാലോ? 20 ചോദ്യങ്ങൾ വഴിയോ 10 ചോദ്യങ്ങൾ വഴിയോ 1 കോടിയിലെത്താം. അടിസ്ഥാനപരമായി 1 കോടിക്ക് വേണ്ടിയുള്ള മത്സരമാണ്. 1 crore. അപ്പോ 20 ചോദ്യങ്ങൾ വഴി പോവാം അല്ലേ? പരിചയപ്പെട്ടല്ലോ. ഹായ് കുട്ടേട്ടാ. നമസ്കാരം വിനയ. കുട്ടേട്ടാ സന്തോഷല്ലേ? തീർച്ചയായിട്ടും സന്തോഷം. താങ്കൾക്ക് സന്തോഷമല്ലേ? ഓക്കെ, സന്തോഷം. താങ്കൾക്ക് കുട്ടിക്കാലത്ത് മദൻ എന്ന ഒരു സ്നേഹിതനുണ്ടായിരുന്നു. മാധവൻ? ഉണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് താങ്കൾ പ്രേമത്തിലായിരുന്നു? 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്ത് പ്രേമം കുട്ടേട്ടാ. പക്ഷെ അത് കുട്ടേട്ടൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1ാം ക്ലാസ്സിലും പഠിച്ച മാധവൻ 1ാം ക്ലാസ്സിൽ തന്നെ പഠനം അവസാനിപ്പിച്ച് കാലീനം വയ്ക്കാൻ പോയി. പിന്നെ മാധവൻ മാടക്കര തന്നെ ജീവിച്ചിരുന്നു. 1 വർഷം മുമ്പ് മാധവൻ മരിച്ചു. ഓക്കെ വിനയ, എന്തായാലും താങ്കൾ നന്നായി മത്സരിക്കണം. എല്ലാ സഹായത്തിനും കുട്ടേട്ടൻ കൂടെ ഉണ്ടാകും. താങ്ക് യു. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10,000 രൂപയുടെ ചോദ്യമാണ്. ഓക്കെ, മോണിറ്റർ. രണ്ടാളുകൾ തമ്മിലുള്ള ശത്രുത സൂചിപ്പിക്കാൻ അവർ എന്തുപോലെയാണെന്നാണ് മലയാളത്തിലെ ഒരു ശൈലി പ്രകാരം പറയുന്നത്. ഓപ്ഷൻ എ പാമ്പും ഗിരിയും, ഓപ്ഷൻ ബി ചക്കരയും അടയും, ഓപ്ഷൻ സി ഈനാം ബീച്ചിയും മരപ്പെട്ടിയും, ഓപ്ഷൻ ഡി രാജാവും രാജ്ഞിയും.
സംശയമൊന്നുമില്ല. ഇല്ല. അത് പാമ്പും കീരിയും നമുക്കിത് നല്ല അനുഭവമായിരിക്കും അല്ലേ? ചെന്ന സ്ഥലത്തൊക്കെ തന്നെ അല്ലേ പാമ്പും കീരിയും പോലെ ജീവിക്കുക. ഓക്കെ, ഓപ്ഷൻ എ പുട്ടട്ടോ. ഞാൻ ലോക്ക് ചെയ്യട്ടോ? ലോക്ക്ഡ്. എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് ഇടപെടലുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴേ ബോറടിച്ചിട്ടുണ്ടോ? ഇടപെടലുള്ളതുകൊണ്ട് ബോറടിക്കില്ല. നമ്മൾ ഭയങ്കര എനർജറ്റിക് ആവും എപ്പോഴും. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എങ്ങനെയാ മനുഷ്യൻ ജീവിക്കണമെന്ന് തോന്നും. ഓക്കെ, ഇതിനകത്ത് വെച്ച് ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ല കേട്ടോ. ഒരു കാരണവശാലും ഇല്ല. ഓപ്ഷൻ എ 10,000 രൂപ കിട്ടിയത്. യു ആർ റൈറ്റ്. ഈ വിനയ സ്കൂൾ പഠന കാലത്തൊക്കെ ഒരു IM താരമായിരുന്നല്ലോ. അപ്പൊ അന്നൊക്കെ എങ്ങനെയായിരുന്നു അവസ്ഥ? അന്നും ഇതേ നിലപാട് തന്നെയായിരുന്നു? അല്ല, അന്ന് ഹൈജമ്പിലായിരുന്നു ഞാൻ. എൻ്റെ ഹൈജമ്പിലാണ് ഞാൻ എൻ്റെ 8, 9, 10 ആ കാലഘട്ടത്തിൽ 9ാം ക്ലാസ്സിലാണ് എനിക്കൊരു PT ടീച്ചർ വരുന്നത്, ഗോപാലൻ മാഷ്. അങ്ങനെയാണ് അതിൽ ട്രെയിൻ ചെയ്യുന്നത്. അതുവരെ ഒന്നും ഇല്ലല്ലോ, ട്രെയിനിങ് ഒന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ, പെൺകുട്ടികൾ സ്പോർട്സേ ഇല്ല. അപ്പോൾ ചാടിച്ചപ്പോൾ ഞാൻ ജയിച്ചു, അത്ര തന്നെ. പിന്നെ 1-2 വർഷമൊക്കെ അതിൻ്റെ പുറകിലൊക്കെ പോയി. എനിക്കൊന്ന് ഈ കുടുംബശ്രീയൊക്കെ തുടങ്ങുന്ന കാലത്തിന് മുമ്പേ തന്നെ വിനയ വനിതകളെ സംഘടിപ്പിച്ചൊരു മഹിളാ സമാജം തുടങ്ങി. ഡെഫിനറ്റ്ലി അജയ മഹിളാ സമാജം അല്ലേ? അപ്പൊ എന്തായിരുന്നു മഹിളാ സമാജത്തിന്റെ ഈ കുടുംബശ്രീയുടെ കൂട്ടുള്ള ലക്ഷ്യമായിരുന്നു അതിനും? അന്ന് കുടുംബശ്രീ ആയിട്ടില്ല. അതായത് സ്ത്രീകളെ ഇങ്ങനെ സംഘടിക്കാതെ ഒന്ന് പുറത്തു പോകാൻ പോലും സ്പേസ് ഇല്ലാതെ സ്ത്രീകൾ വല്ലാതെ കുടുംബങ്ങൾക്കുള്ളിൽ വല്ലാത്ത രീതിയിൽ നരകിക്കുന്ന അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. അതായത് കൂട്ടുകൂടുക എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ജീവിയുടെ ഒക്കെ ഒരു നീഡാണ് ശരിക്കും കൂട്ടുകൂടുക എന്നുള്ളത്. കൂട്ടുകൂടാനൊരു സ്പേസ്. അപ്പോൾ വെറുതെ എന്ന് പറയുന്ന ഒരു ഉത്തരവുമായിട്ട് ഒരു സ്ത്രീ എവിടെയും നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അത് ഞാൻ അന്നത്തെ കാലത്തെ ഞാൻ നിരീക്ഷിച്ചൊരു കാര്യം. അപ്പോൾ ഒരു സ്ത്രീ ഒരു റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ് എന്താ ഇവിടെ നിൽക്കുന്നത്, ഉടനെ പറയും മോള് സ്കൂളിൽ നിന്ന് വരാനായി, അല്ലെങ്കിൽ ഒരാൾ ഉപ്പിന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മീൻ വാങ്ങാൻ, അല്ലെങ്കിൽ പത്രം, അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. ചുമ്മാ എന്നൊരു സ്ത്രീയും പറയില്ല. അപ്പോൾ ചുമ്മാ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വെറുതെ എന്ന് പറയുന്നതിലാണ് നമ്മളുടെ എല്ലാവിധ ക്രിയേറ്റിവിറ്റി ഇരിക്കുന്നത്. വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മളൊരു കവിത വരുന്നത്, വെറുതെ ഒരു ആശയം വരുന്നത്. എല്ലാവിധ രാഷ്ട്രീയ സംഘടന, സാംസ്കാരിക സംഘടനകളുടെ ഒക്കെ ജനനവും വളർച്ചയും എന്നൊക്കെ പറയുന്നത് ഈ വെറുതെയിലാണ്. ഈ വെറുതെ എന്നുള്ള പദം സ്ത്രീക്കില്ല. അപ്പോൾ അവൾക്കൊന്ന് പുറത്തിറങ്ങാൻ, ജസ്റ്റ് ഒന്ന് ഒരാളോട് മിണ്ടാൻ, ഒരു പുതിയ കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ ഒരു വിഷയം വേണമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ആദ്യം ഒരു മഹിളാ സമാജം തുടങ്ങിയതും. വലിയ സപ്പോർട്ടായിരുന്നു ആ പ്രദേശം. ഈ മഹിളാ സമാജം കുറെ കാലം കൊണ്ടുനടക്കാൻ പറ്റിയോ? അത് തുടങ്ങി ഒടുങ്ങിപ്പോയോ? അത് ഞാൻ 1 വർഷമാണ് ഞാനതിന്, കാരണം അപ്പോഴേക്കും എനിക്ക് ജോലി കിട്ടി, ഞാൻ പോയി. അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുടുംബശ്രീയൊക്കെ വന്നു. പിന്നെ അവിടെ ഒരു കെട്ടിടമൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. പക്ഷെ ആ കെട്ടിടത്തിലേക്ക് വേണ്ടത്ര ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും മാടക്കരയിൽ ഞാൻ ഉണ്ടാക്കിയ ആ കെട്ടിടമുണ്ട്. പക്ഷേ അതിൻ്റെ അത് മാടക്കരയിൽ നിന്ന് കുറേ വിട്ടിട്ടാണുള്ളത്. അവിടെ പോയി നോക്കിയിട്ടില്ല, ഇനി ഒന്ന് പോയി നോക്കണം എന്നുണ്ട് എന്തായി. അപ്പൊ ഈ ഒരുപക്ഷെ ഈ വിനയുടെ ഇടപെടലുകളൊക്കെ നടത്തുന്ന സമയത്ത് കുറച്ചുകൂടെ യാഥാസ്ഥിതികമായിരുന്നു സൊസൈറ്റി. കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം. അന്ന് കുറേ കൂടെ ഓർത്തഡോക്സ് ആയിരുന്നു. അപ്പോൾ ആ കാലത്തൊക്കെ ഒരുപാട് ചീത്തപ്പേരുണ്ടാക്കി കാണുമല്ലോ. അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല, ചീത്തപ്പേരെന്നൊന്നും പറയാൻ. കാരണം എൻ്റെ നാട്ടിലെ ജനങ്ങളെ എന്നെ എന്നും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരൊരിക്കലും ഇപ്പം ഞാനൊരു ഇതിന് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്ത്രീകളെ കിട്ടായിരുന്നിട്ടില്ല. എൻ്റെ കൂടെ 10-30 സ്ത്രീകൾ അന്നുമുണ്ട്. എനിക്ക് അങ്ങനെയുള്ള എൻ്റെ നാട്ടിലെ സപ്പോർട്ട് എനിക്ക് ഒരു കാലത്തും കുറഞ്ഞിട്ടില്ല. ഒരു കാലത്ത് ജനകീയ പിന്തുണയുണ്ട്, അതിപ്പോഴും ഉണ്ട്. അതെങ്ങനെ കീപ്പ് ചെയ്യുന്നു ഇത്രയും കാലമായിട്ടും? കാരണം നമ്മളുടെ പാത്ത് വളരെ കറക്റ്റാണ്. നമ്മൾ പറയുന്ന വഴികൾ കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. കാരണം നമ്മൾ പറയുന്നത് പെൺകുട്ടികൾ പറയുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ട്. കാരണം അവരുടെ പെൺകുട്ടികളെ, അതായത് പുരുഷന് 2 തരം ഫേസാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഭാര്യ അടിമയായി നിന്നാലും മകൾ അങ്ങനെ അടിമയാകരുതെന്നുള്ള ചിന്തയുണ്ട്. അതുകൊണ്ട് എല്ലാ അച്ഛന്മാരും എനിക്ക് സപ്പോർട്ടായിരിക്കും. പെൺകുട്ടികളുടെ അച്ഛന്മാരൊക്കെ എനിക്ക് എപ്പോഴും സപ്പോർട്ടാണ്. കാരണം അവർക്ക് അവരുടെ ഭാര്യയുടെ കാര്യത്തിൽ മാത്രമേ പിന്നെ സ്വാർത്ഥതയുള്ളൂ. മകളുടെ കാര്യത്തിൽ അവർ വളരെ ലിബറലാണ്. കുഴപ്പമില്ലല്ലേ? അല്ല, ഈ വിനയ എനിക്കൊന്ന് ആദ്യം വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ കുപ്പായ കിട്ടു. എനിക്കൊന്ന് ആദ്യത്തെ PSC പരീക്ഷ ആയിരുന്നു അതോ പരീക്ഷ? ഇല്ല, ആദ്യം എഴുതി PSC പരീക്ഷ കിട്ടി. അത് കിട്ടി, കോൺസ്റ്റബിൾ ആയി. അപ്പൊ ഈ പോലീസ് കോൺസ്റ്റബിൾ ആയി കയറാനിരിക്കുമ്പോൾ തന്നെ വിനയ്ക്ക് അറിയാം അവിടെ ഇതുപോലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒക്കെ കാര്യമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. എന്നിട്ടും ആ ജോലി ഓപ്റ്റ് ചെയ്തു. എന്തുകൊണ്ട്? ജോലി നമുക്ക് ജീവിക്കാൻ അത്യാവശ്യമായിട്ടൊരു സംഭവമാണ്. അപ്പൊ അത് തന്നെയാണ്. അപ്പൊ അന്നും ആ യൂണിഫോമിനെതിരായിട്ട്, കാരണം യൂണിഫോം എന്ന സാരി, പിന്നെ ട്രെയിനിങ്ങിന് നമ്മൾ പാൻറ് ഷർട്ടുമാണ്, പിന്നെ നമ്മൾ സാരിയാണ്.
അപ്പോൾ അത് ഒരു ലോജിക്കും ഇല്ലാത്തൊരു സാധനം. അതായത് ട്രെയിനിങ് നമ്മൾ പാൻറ് ഷർട്ടിലും ട്രെയിനിങ് നടത്തിയിട്ട് പിന്നെ അത് എഫക്റ്റീവ് ആവുന്ന സമയത്ത് സാരി ഉടുക്കുമ്പോൾ അപ്പോൾ അതിലും ഭേദം സാരിയിൽ ട്രെയിനിങ് തന്നിട്ട് എഫക്റ്റീവ് ആവുന്ന സമയത്ത് അത് തന്നെയാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊരു ലോജിക്ക് ഈ ഇല്ല. പ്രധാനമായിട്ടും ഈ ഡിപ്പാർട്ട്മെന്റിൽ കയറിയതിനു ശേഷം വിനയ ചിലപ്പോഴൊക്കെ വാർത്തകൾ ഇടനേടി ഈ പ്രധാനമായ ലിംഗവിവേചനം എന്താ ഫീൽ ചെയ്തു ഒരു വനിതാ കോൺസ്റ്റബിൾ എന്ന നിലയിൽ? ഏറ്റവും അധികമായിട്ട് ഫീൽ ചെയ്ത് ഞാൻ ചേർന്ന ഉടനെ ഞങ്ങളിൽ എപ്പോഴും കോപ്പിങ് ഡ്യൂട്ടിയാണ് തരും. കോപ്പിങ് അവിടെ കോപ്പി ഇപ്പോഴങ്ങനെ കോപ്പിങ് ഇല്ല. അതായത് നമ്മളുടെ പ്രതികൾക്കുള്ള കോപ്പി നമ്മൾ എഴുതിയിട്ട് കൊടുക്കണമായിരുന്നു അന്നൊക്കെ. അപ്പോൾ അവിടെ നമ്മളൊക്കെ കൂടി നിരത്തി പിടിച്ച് ഇങ്ങനെ കോപ്പിങ് ഡ്യൂട്ടി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പാറാവിൽ ഡ്യൂട്ടി ഉള്ള ഒരു പോലീസുകാരനാണ് പാറാവിൽ ഡ്യൂട്ടി. അയാൾ എന്തോ ഫോൺ എടുക്കാൻ അങ്ങനെ അകത്തേക്ക് പോയി. ആ ടൈമിൽ ഒരാൾ വന്നു. അപ്പം ഞാൻ ഈ അറ്റത്തിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക ഞാൻ അയാളുടെ ഇറങ്ങി ചെന്നിട്ട് അയാളോട് ചോദിച്ചു, എഴുതുന്നിടത്തുന്നത് മാറ്റി ഫയൽ അവിടെ വെച്ചിട്ട് ഞാൻ അയാളോട് ചോദിച്ചു എന്താ വന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ച എന്താണ് വന്നത്, കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല, എന്താണ് വന്നത്, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒരു ഹെഡ് കോൺസ്റ്റബിൾ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അത് ചോദിക്കാൻ ഇവിടെ പാറാവുകാരുണ്ട്, നിങ്ങളെ ഏൽപ്പിച്ച പണി കോപ്പിങ് ഡ്യൂട്ടിയാണ്, നിങ്ങൾ അത് ചെയ്താൽ മതി. ഇവിടെ ആര് വന്നു, എന്ത് പോകുന്നു, എന്തിനു വരുന്നു, അതൊന്നും അന്വേഷിക്കേണ്ട ഒരു ചുമതലയും നിങ്ങൾക്കില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഒരു പോലീസുകാരിയും കൂടിയാണ് സാർ, പറയുന്നത് കേട്ടാൽ മതി, ഇതാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പാറാവ് ഡ്യൂട്ടി വേണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പാറാവ് ഡ്യൂട്ടി വേണം എന്ന് പറഞ്ഞത്. അത് പാറാവിൻ്റെ ചുമതലയാണ്, അതായത് പാറാവ് ഡ്യൂട്ടി. അപ്പോൾ പാറാവ് ഡ്യൂട്ടിക്ക് സ്ത്രീകൾ ചെയ്യാറില്ല. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട്? അങ്ങനെ പിന്നെ അവിടെ നിന്നുള്ള തർക്കം എന്നുള്ളതല്ല, പിന്നെ അതിന് വേണ്ടി നിരന്തരമായിട്ട് ഞാൻ എഴുതി ആവശ്യപ്പെട്ടു. അങ്ങനെയൊക്കെ നടന്നു. കിട്ടിയോ? പിന്നീട് എല്ലാ ഡ്യൂട്ടിയും അനുവദിച്ചല്ലോ. കുറെ വെച്ചാണ് ഈ സംഭവം നടന്നത്. അത് നടക്കുന്നത് ബത്തേരി സ്റ്റേഷനാണ്. ഓക്കെ. പിന്നെ അത് പ്രായോഗികമായൊക്കെ പിന്നെയും കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞു. വിനയ സർവീസിന് വിരമിക്കുമ്പോൾ സ്റ്റേഷൻ ഓഫീസർ ആയിരുന്നു, SHO ആയിരുന്നു അല്ലേ? ഇതിനിടയിൽ ട്രാക്ക് റെക്കോർഡ് എങ്ങനെയാ? എത്ര സസ്പെൻഷൻ? അങ്ങനെ പറയല്ലേ, 2-3 സസ്പെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു. 3 കിട്ടി. പിരിച്ചുവിടലുണ്ടായിരുന്നു. ഡിസ്മിസലോ? ഒരു പിരിച്ചുവിടൽ ഉണ്ടായി. അപ്പം അത്യാവശ്യം നമുക്ക് സർവീസ് റെക്കോർഡുണ്ട്. അതെ, ജെൻഡർ ഡിസ്ക്രിമിനേഷനെതിരായിട്ട് നിലകൊണ്ടു എന്നുള്ളതിൽ തന്നെയാണ് അതിന്റെ ബേസിക് കാരണങ്ങൾ. എല്ലാത്തിലും അതിന്റെ കാരണമാണോ? ഏകദേശം നമുക്ക് അങ്ങനെ തന്നെ പറയാം. ആദ്യം അതല്ല, ആദ്യം അപ്പപ്പാറ ഒരു ചാരായ ഷാപ്പ് പിക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇതായിരുന്നു. അത് ഞാനും ഹസ്ബൻഡും ഒന്നിച്ചാണ് സസ്പെൻഷൻ ആവുന്നത്. അതിൽ പിന്നെ ഒരു കുറേ 10-20ഓളം 30ഓളം പിന്നെ സ്ത്രീകളും അതൊക്കെ കൂടെ കുട്ടികളൊക്കെ കൂടെയുള്ള ഒരു സമരം ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നുള്ളതാണ് ഇത്. അപ്പം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരിക്കലും കോൺസ്റ്റബിൾസ് ഒന്നും അല്ലല്ലോ, മേലുദ്യോഗസ്ഥർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ സസ്പെൻഷൻ ഞങ്ങൾക്ക് മാത്രമേ, ഡ്യൂട്ടിക്ക് വരാത്തവരും ഒന്നും തന്നെ കൗണ്ട് ചെയ്യപ്പെട്ടില്ല. ഞങ്ങൾ തന്നെ സസ്പെൻഷൻ വാങ്ങേണ്ടി വന്നു. പിന്നെ അതിനെ പറ്റിയിട്ട് പിന്നെ പത്രങ്ങളൊക്കെ വളരെ ഒരു 6 മാസം കോടതി പോയോ? അത് പിന്നെ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചെടുത്തു. പക്ഷേ അപ്പോഴേക്ക് പത്രങ്ങൾ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടൊക്കെ ഉള്ള പിന്നെ പരാമർശങ്ങളൊക്കെ നടത്തി. 2 പേരും വീട്ടിലിരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഒരു പത്രം. ആ പത്രത്തിനെതിരെ ഞാൻ ഡിഫോമേഷൻ സൂട്ട് ഫയൽ ചെയ്തു. ആ ഡിഫോമേഷൻ സൂട്ട് എനിക്ക് 2018-ലാണ് 19-ലാണ് എനിക്ക് അനുകൂലമായിട്ട് വിധിയായി. 75,000 ഡിഫോമേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ തെറ്റായ രീതിയിലാണ് ചെയ്തത്. കീഴ്ക്കോടതിയും എനിക്ക് അനുകൂലമായിരുന്നു. പിന്നെ അവർ പത്രം ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയും എനിക്ക് അനുകൂലമായിരുന്നു. എനിക്ക് നഷ്ടപരിഹാരമായിട്ട് 75,000 രൂപ. അന്ന് അത്രയും 25 കൊല്ലം മുമ്പുള്ള കേസ് നടത്തിയിട്ട് 75,000 രൂപ നഷ്ടപരിഹാരം കിട്ടി. തിരിച്ചെടുത്ത എങ്ങനെയായിരുന്നു? പിന്നെ അത് തിരിച്ചെടുത്ത് പിന്നെ നമ്മൾ ഒരു 6 മാസം കാലാവധി കഴിഞ്ഞ് എൻക്വയറി കഴിഞ്ഞതിന് ശേഷം തിരിച്ചെടുത്തു. അതങ്ങനെ തന്നെ. ഡിസ്മിസൽ കിട്ടി എന്നായിരുന്നു? അത് 2002-ലാണ്. അത് പിന്നെ ഒരു സ്പോർട്സ് മീറ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് സ്പോർട്സ് മീറ്റിൽ സ്ത്രീകളുടെ പോയിന്റ് കൗണ്ട് ചെയ്യില്ല. അതായത് ഈ പ്ലക്കാർഡ് ബിയറേഴ്സ് മാത്രമായിരുന്നു വനിതാ പോലീസ്. പ്ലക്കാർഡ് പിടിക്കാൻ മാത്രം അങ്ങനെയാണ് വനിതാ പോലീസിൻ്റെ ധർമ്മം എന്ന് പറയുന്ന പ്ലക്കാർഡ് പിടിക്കുക, പിന്നെ പ്രൈസ് കിട്ടുമ്പോൾ അവർക്ക് താലം കൊടുക്കുക, പിന്നെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പൂ കൊടുക്കുക, സെറ്റ് സാരി കൊടുക്കുക. ഇങ്ങനെ അല്ലാതെ വളരെ മോശമായിട്ടുള്ള ഒരു രീതിയിലാണ് വനിതാ പോലീസിനെ ട്രീറ്റ് ചെയ്തത്. അതായത് അത് SI ആണെന്നോ CI ആണെന്നോ പോലീസുകാരിയാണെന്നുള്ള ഭേദമല്ല, പെണ്ണെന്നുള്ള ഒറ്റ ആസ്പെക്റ്റിലാണ്. അതായത് SI ഒക്കെ പ്ലക്കാർഡ് ബിയറേഴ്സായിട്ട്, അതായത് ഡയറക്റ്റ് SIമാർ വരെ ലേഡീസ് പ്ലക്കാർഡ് ബിയറേഴ്സായിട്ട് പോലീസുകാരുടെ മുമ്പിൽ നടന്നിട്ടുണ്ട്. സ്റ്റിൽ നൗ ഇപ്പോഴും അതുണ്ട്. അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്, ഒരു സംശയമില്ല.
അപ്പോൾ അത് ഞാൻ അന്ന് തന്നെ പറയുന്നത് പ്ലക്കാർഡ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും പ്ലക്കാർഡ് പിടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ കൂട്ടത്തിൽ 2-3 പേര് അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് നിന്നു. അപ്പോഴാണ് മാർച്ച് പാസ്റ്റിൽ ഞങ്ങളെ കൂട്ടില്ല എന്ന് തോന്നുന്നു. അത് പ്ലക്കാർഡ് പിടിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അത്ലറ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് മാർച്ച് പാസ്റ്റിൽ പങ്കെടുക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ള പിന്നെ ആർഗ്യുമെൻ്റാണ് ഞാൻ അവിടെ നടത്തിയത്. അപ്പം അതിനെ വളരെ മോശമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പിന്നെ മാർച്ച് പാസ്റ്റിനൊന്നും നിങ്ങളെ നിർത്തില്ല, സ്ലീവ്ലെസ് ബനിയനാണ് യൂണിഫോം. അത് നമ്മളെ ഓഫീസേഴ്സ് പറഞ്ഞ ഭാഷ എങ്ങനെ, സ്ലീവ്ലെസ് ബനിയനാണ് യൂണിഫോം, അത് നിങ്ങൾക്ക് സ്ലീവ്ലെസ് ബനിയൻ ഇടാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് സ്ലീവ്ലെസ് ബനിയൻ ഇടുന്നതിന് എന്താ, പിന്നെ ബ്രാഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ മതി എന്നുള്ളൂ. അപ്പോൾ പിന്നെ ആ ആർഗ്യുമെൻറ്റിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു, മാർച്ച് പാസ്റ്റിനെ അനുവദിച്ചു. അങ്ങനെ മാർച്ച് പാസ്റ്റ് കഴിഞ്ഞു. പിന്നെ പോയിൻ്റായി, അതായത് പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റുകൾ, അതായത് KAP, SAP, MSP അതിനൊന്നും സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. അപ്പം ഇത് ലോക്കൽ പോലീസിൽ മാത്രമേ ഉള്ളൂ സ്ത്രീകൾ. അപ്പോൾ ലോക്കൽ പോലീസിലെ മെയിൽ പോലീസിന് ഫീമെയിൽ പോലീസിന് പോയിന്റും മറ്റേ KAPക്ക് വരുമ്പം ആണുങ്ങളുടെ പോയിന്റ് മാത്രമാകുമ്പോൾ അവർക്ക് പോയിന്റ് പിന്നെ കൂടുന്നില്ല, അതായത് പ്രൈസിൻ്റെ ഇതിൽ. അപ്പോൾ അവർക്ക് അതിൽ സ്ത്രീകളില്ലാത്തതുകൊണ്ട് ഇവരുടെ പോയിന്റ് കൗണ്ട് ചേർന്ന അവരുടെ ആർഗ്യുമെൻറ്റ്. അപ്പോൾ പോയിന്റ് എടുത്ത് മാറ്റിയപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് അവിടെ ഒന്നും വനിതാ MSPയിലും ഇതിലൊന്നും വനിതാ പോലീസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പ്രദർശന മത്സരമായിട്ട് കളിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു MSPയിലും KAPയിലും ഒന്നും വനിതാ പോലീസ് ഇല്ലാത്ത ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പോയിന്റ് കൗണ്ട് ചെയ്യണം. അപ്പോൾ പറഞ്ഞു പെണ്ണുങ്ങൾക്ക് വല്ല സമ്മാനവും വാങ്ങിത്തരും. അപ്പോൾ പറഞ്ഞ ഭാഷയൊക്കെ അങ്ങനെയാണ്, പെണ്ണുങ്ങൾക്ക് വല്ല സമ്മാനവും അതും കൊണ്ടങ്ങ് പോയാൽ മതി. അത്ര വളരെ, അതായത് ഒരു മെയിൽ ഡോമിനേറ്റഡ്, അതായത് ആ ഒരു മെയിൽ ഷോവിനിസ്റ്റ് ഉണ്ടല്ലോ, ഒരു നല്ല തറവാട്ടിലെ കാരണവന്മാരായിട്ടുള്ള ആണുങ്ങൾ പറയുന്നൊരു ശൈലിയിലാണ് എന്നോട് അന്നത്തെ ആ SP എന്നോട് പറഞ്ഞ ഭാഷ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മാച്ച് ഇവിടെ നടത്തില്ല ശരിയെന്ന് പറഞ്ഞു, നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് അതിനോടനുബന്ധിച്ചാണ് സംഭവങ്ങളൊക്കെ അത് ഡിസ്മിസൽ അല്ല, അത് സസ്പെൻഷനിലാണ്. സസ്പെൻഷൻ കഴിഞ്ഞ് പിന്നെ ഞാൻ കോടതിയിൽ പോയി എന്നെ തിരിച്ചെടുത്തു. അപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ എൻക്വയറി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതായത് ഇതിൻ്റെ എൻക്വയറി ഉണ്ടല്ലോ, അതിൻ്റെ എൻക്വയറി കംപ്ലീറ്റ്. അപ്പോൾ സസ്പെൻഷൻ എന്നെ പിന്നെ ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി തിരിച്ചെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞ പ്രകാരം ഇവർ തിരിച്ചെടുത്തതിൻ്റെ 2 ദിവസം കഴിയുമ്പോൾ എൻക്വയറി കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ കുറ്റക്കാരിയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിട്ടു. 13 ദിവസം എനിക്ക് തിരിച്ചു കയറിയിട്ട് നിൽക്കാൻ പറ്റിയുള്ളൂ. പിന്നെ പിരിച്ചുവിട്ടു. ആ പിരിച്ചു വിട്ടതിന് ശേഷം ഞാൻ 1 വർഷത്തോളം പിന്നെ പുറത്ത് തന്നെ നിന്നു. പിന്നെ സർക്കാരാണ് അന്ന് തിരിച്ചെടുത്തത്. ആന്റണി ഗവൺമെന്റ് കാലത്താണ് എന്നെ തിരിച്ചെടുത്തത്. പിന്നെ കേസിന് പോയോ? പിന്നെ കേസിന് പോയില്ല. പിന്നെ സ്ട്രാറ്റജി അല്ല, എന്നെ സസ്പെൻഡ് ചെയ്ത് തിരിച്ചെടുക്കാൻ പറഞ്ഞല്ലോ, തിരിച്ചെടുത്തിട്ട് പിന്നെയും പിന്നെ ഇതൊക്കെ പിന്നെ കേസിന് പോകാനുള്ള മാനസികമായിട്ടുള്ളതില്ല, പിന്നെ ഇതിനുള്ള എക്സ്പെൻസ്, വക്കീല്, അങ്ങനെയുള്ളതൊക്കെ കുറച്ചൊന്ന് നമ്മൾ മെൻ്റലി ഡെസ്പായി. പക്ഷെ അപ്പോഴേക്ക് ഇവിടെയുള്ള സാംസ്കാരിക കൂട്ടായ്മകൾ കംപ്ലീറ്റ് അത് ഏറ്റെടുത്തു. ഒരു ജനാധിപത്യത്തിൻ്റെ വിജയം തന്നെ പറയാം. അതുകൊണ്ട് മാത്രമാണ് എന്നെ തിരിച്ചെടുത്തത്. അത് ഒത്തിരി പിന്നെ മാസ് പെറ്റീഷനും ഒപ്പ് ശേഖരണങ്ങളും എല്ലാം നടന്നു. എല്ലാ സാംസ്കാരിക, അതായത് വലതുപക്ഷ ഭേദമന്യേ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് എന്നെ വന്ന് കണ്ടു, സംസാരിച്ചു. അതെല്ലാം പിന്നെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ. വിനയ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കാണിച്ച ഇത്തരം നിലപാടുകളോട് പുരുഷന്മാരുടെ സമീപനം എങ്ങനെയായിരുന്നു പൊതുവെ? അവർക്ക് അത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടായിരുന്നു. ഉണ്ട്. അത് അവർക്ക് കൺവിൻസ് ചെയ്യാൻ പിന്നെ പറ്റിയിട്ടുണ്ട് പിന്നെ ചിലർക്കൊക്കെ. പിന്നെ ഒത്തിരി വലിയ പോലീസ് അക്കാദമി പോലുള്ള സ്ഥലങ്ങളിൽ അവിടെയുള്ള നമ്മൾ ട്രെയിനിങ് സ്ട്രാറ്റജിയിലും ഒക്കെ തന്നെ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ. അതായത് പിന്നെ അവരുടെ മൊഡ്യൂളൊക്കെ ഉണ്ടാക്കുന്നതിലും പിന്നെ വലിയ മീറ്റിങ്ങുകളിൽ IG അങ്ങനെയുള്ളവരുമായിട്ട് സംസാരിക്കാൻ പിന്നെ എനിക്ക് അങ്ങനെയൊക്കെയുള്ള അവസരം തരികയും ഞാൻ പറഞ്ഞതൊക്കെ കുറേയൊക്കെ മുഖവിലേക്ക് എടുക്കുകയും അങ്ങനെ യൂണിഫോമിലുള്ള മാറ്റങ്ങളാണേലും പിന്നെ അങ്ങനെ കുറേ അധികം അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും സന്തോഷം 2015 ആ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, ഗവൺമെൻറ് എന്നോട് ഒപ്പീനിയൻ ചോദിക്കാൻ എന്നെ ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റായിട്ട് വിളിച്ചിരുന്നു. ഗവൺമെൻറ്, അതായത് എന്തൊക്കെയാണ് വനിതാ പോലീസിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഗസ്റ്റായിട്ട് വിളിക്കുകയും അങ്ങനെ ഹോം സെക്രട്ടറി ആയിട്ട് ഒരു ദിവസം എനിക്ക് ഞാനും ഹോം സെക്രട്ടറി മാത്രമേ ഇന്ന് സംസാരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ എഴുതിയെടുത്ത് അങ്ങനെയാണ്. ഈ ഫ്യൂണറൽ പരേഡിലൊന്നും സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല, അതൊക്കെ അങ്ങനെ പിന്നീട് വന്നതാണ്. അങ്ങനെ ധാരാളം പിന്നെ മാറ്റങ്ങളൊക്കെ അതിനുശേഷം ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. 20,000 രൂപയുടെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ: ഏത് ചെടിയുടെ കിഴങ്ങ് പ്രത്യേക തരത്തിൽ ഉണക്കിയെടുക്കുന്നതിനെയാണ്
ചുക്ക് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ മധുരക്കിഴങ്ങ്, ഓപ്ഷൻ ബി ഇഞ്ചി, ഓപ്ഷൻ സി കസ്തൂരി മഞ്ഞൾ, ഓപ്ഷൻ ഡി ശതാവരി. ബി ഇഞ്ചി. അതൊക്കെ പിന്നെ നിങ്ങൾ വയനാട്ടുകാരോട് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി ഇഞ്ചി ലോക്ക്. ഉത്തരം റെഡിയാ. ഇങ്ങനെ ലളിതമായ ചോദ്യങ്ങളുണ്ടായിരുന്നെങ്കിൽ രസമുണ്ടായിരുന്നല്ലേ? കുറച്ച് എൻജോയ് ചെയ്ത് പോകാമായിരുന്നു. കുട്ടിയേട്ടൻ എന്തോന്ന് ചോദിക്കുന്നത്? ചുണ്ടക്കാനങ്ങുന്നു. യെസ് വിനയ, 1999 മലയാളം എന്ന വീക്കിലിയിൽ താങ്കളെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. താങ്കൾ നൈറ്റി ഇട്ടുകൊണ്ട് പുറത്ത് കറങ്ങി നടന്നു എന്നായിരുന്നു ആ ആർട്ടിക്കിൾ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ശരിയാണോ? ശരിയാണ് കുട്ടേട്ട. എന്തായിരുന്നു സംഭവം? തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന സമയത്താണ്. കോൺസ്റ്റബിൾ ആയിട്ട്. അതെ. അപ്പം പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെയായിരുന്നു, ഹാൾട്ട് സ്റ്റേഷനിൽ തന്നെ. വൈകുന്നേരം ഒരു 9 മണിയുടെ പട്രോളിങ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 9 മണിക്ക് തട്ടുകട അടയ്ക്കും. അപ്പോൾ 8:45 ആണ് അവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുന്നത്. വന്ന പാടിനെ കുളിച്ച് പെട്ടെന്ന് നൈറ്റി ഇട്ട് ഞാൻ വേഗം തട്ടുകടയിൽ പോയിട്ട് ഒരു ഓംലെറ്റും ഒരു ദോശ, അതാണ് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പം SI ചോദിച്ചു, നൈറ്റി ഇട്ടാണോ പോയിരിക്കുന്നത്, കടയിൽ പോയിരുന്നു ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് പർദ്ദക്കിക്കൊല്ലല്ലോ സാറേ, സാറ് ലുങ്കി കൊടുത്തിട്ടല്ലേ ചോദിച്ചിട്ട് ഞാൻ അകത്തേക്ക് പോയി. അപ്പം അത് ഒരു വലിയ വാർത്തയായി. പിറ്റേ ദിവസം വന്നപ്പം അവിടെയുള്ള പോലീസുകാരൊക്കെ എന്നെ ഇങ്ങനെ ആർത്തിയോടുകൂടി നോക്കിയെന്നും എന്തൊരു വേഷത്തിലാണ് വിനയ വന്നത്, ഇനി മേലാൽ ആ നൈറ്റി ഇട്ടിട്ട് പുറത്തിറങ്ങരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല സാറേ ഇനി ഞാൻ നൈറ്റി ഇട്ട് പുറത്തിറങ്ങിയില്ല. അങ്ങനെ അന്ന് മെയിൽ SI അവിടെ വന്നപ്പോൾ ഞാൻ സാരിയൊക്കെ കൊടുത്ത് നല്ല കണ്ടീഷനായിട്ട് ഞാൻ പോയി. ഞാൻ പറഞ്ഞു, സാറേ ഇന്നലെ ഞാനിങ്ങനെ നൈറ്റി ഇട്ട് പോയപ്പോൾ സാറിൻ്റെ എന്നെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയെന്നോ വെള്ളിറക്കിയെന്നോ അങ്ങനെ എന്തൊക്കെയോ ആരോപണങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി ഞാൻ എന്തായാലും നൈറ്റി ഇട്ടിട്ട് എന്തായാലും വരില്ല. അതുപോലെ തന്നെ സാറേ ഞാനിങ്ങനെ ഇവിടെ ഭർത്താവൊന്നുമില്ല നടക്കുവാണ്. അപ്പോൾ ഇവിടുത്തെ ആണുങ്ങളൊക്കെ ഇവിടെ ഡ്രസ്സ് മാറുന്നത്, അവിടെ ഡ്രസ്സ് മാറാൻ സ്ഥലമല്ല, ഇങ്ങനെ ഷർട്ട് ഇടാതെ ഇതിലൊന്നും പിന്നെ പരസ്യമായിട്ട് ഡ്രസ്സ് മാറുമ്പോൾ എനിക്കും അവരെ കണ്ട് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അതുകൊണ്ട് പരസ്യമായിട്ട് അവരോട് ഡ്രസ്സ് മാറരുതെന്ന് പറയണം, മുറിയിൽ പോയിട്ട് മാറാമെന്ന് പറഞ്ഞു. അങ്ങനെ ബോർഡ് വെച്ചു. ബോർഡ് വെച്ച പരസ്യമായിട്ട് ഡ്രസ്സ് മാറാൻ പാടില്ലെന്ന്. അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ ഭയങ്കര അതിലൊരു പോലീസുകാരൻ ഇങ്ങനെ മുണ്ടൊക്കെ മുടിക്കുത്തിയിട്ട് ഓരോ അവന്മാർ കാരണം ഇവിടെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്. അപ്പം ഞാൻ പറഞ്ഞ ആളത്ത് വേണ്ടിയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ആ കാല് കണ്ടാലേ എനിക്ക് വികാരം വരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രണയവിവാഹമായിരുന്നു. അതെ അതെ. എവിടെയാ കണ്ടുമുട്ടിയത് ആളിനെ? അത് വയനാട് ബത്തേരി പോലീസ് സ്റ്റേഷനിൽ. അല്ല, അതാണോ കണ്ടെത്തിയതാണെന്ന് പറഞ്ഞത്? അതെ അതെ അതെ, ഞാൻ പ്രപ്പോസ് ചെയ്തതാ. ആണോ? അതെ. പ്രപ്പോസ് ചെയ്ത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്താണോ? അതെ അതെ, ഞാൻ പ്രപ്പോസ് ചെയ്തതാണ്, അവർ അക്സെപ്റ്റ് ചെയ്തത്. ഓക്കെ. നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴേ, പ്രത്യേകിച്ച് ഈ ഭാര്യ എന്നുള്ള നിലയിൽ ജീവിക്കുമ്പോഴും ഒക്കെ തന്നെ ഈ വനിതയ്ക്ക് കിട്ടുന്ന ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ വിനയ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന് അക്കോമഡേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ആളായിരുന്നു? അതെ, ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുള്ളൂ. അതായത് ഞാനൊരു ചെറിയ കൺസെഷൻ പോലും, അതായത് ഒരു പുരുഷനെ കിട്ടേണ്ട പരിഗണന എന്നുള്ള നിലയിൽ ഒരു കാര്യവും കൊടുക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് അല്ല, അവർക്കത് ശീലമില്ലല്ലോ, കല്യാണം കഴിച്ച് ശീലമില്ലല്ലോ, ആദ്യത്തല്ലേ കല്യാണം കഴിച്ചു. അതുകൊണ്ട് ആദ്യമേ മുതലേ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ശീലത്തിലാണ് പോയത്, നമ്മളിങ്ങനെയാ ശീലിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വേറൊരു ജീവിതത്തിന് വേണ്ടി അവർക്ക് അറിയില്ല. അതെ, ആദ്യം തന്നെ കല്യാണം കഴിച്ചതാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് 30,000 രൂപയുടെ ചോദ്യം. 30,000 ക്വസ്റ്റ്യൻ പ്ലീസ്. പാലക്കാട് ജില്ലയിലെ ഏത് വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് കാനായി കുഞ്ഞിരാമന്റെ ശില്പമായ യക്ഷിയെ കാണാനാവുന്നത്? ഓപ്ഷൻ എ പറമ്പിക്കുളം, ഓപ്ഷൻ ബി മലമ്പുഴ, ഓപ്ഷൻ സി നെല്ലിയാമ്പതി, ഓപ്ഷൻ ഡി സൈലന്റ് വാലി. മലമ്പുഴ. കൂട്ടാമോ? ഓപ്ഷൻ ബി മലമ്പുഴ ലോക്ക് ചെയ്തിരിക്കുന്നു. ഇതും കൊള്ളായിരുന്നു അല്ലേ? ഉത്തരം ശരിയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് 1 കോടിയിൽ എത്താൻ തോന്നുന്നു അല്ലേ? അപ്പൊ 30,000 രൂപ. അടുത്ത 40,000 ക്വസ്റ്റ്യൻ, 40,000 രൂപ കിട്ടുന്ന ചോദ്യം. ക്വസ്റ്റ്യൻ പ്ലീസ്. സാധാരണയായി ഏത് പാനീയം നിർമ്മിക്കാനാണ് സമോവർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ചായ, ഓപ്ഷൻ ബി കരിമ്പിൻ ജ്യൂസ്, ഓപ്ഷൻ സി ജിഗർതണ്ട, ഓപ്ഷൻ ഡി സർബത്ത്. ചായ. സംശയമൊന്നുമില്ല, അത് ലോക്ക് ചെയ്യാം. ഇത് ഈ കാലത്ത് ആരെങ്കിലും കണ്ടു കാണുമോ ഈ സമോവറൊക്കെ? കണ്ടു കാണത്തില്ല അല്ലേ? ഓപ്ഷൻ എ ചായ. ഉത്തരം ശരിയാണ്. അപ്പൊ 40,000 രൂപയായി. ഈ സമോവറിൽ സാധാരണഗതിയില് ഇത് തിളക്കുന്നറിയ ഒരു കോയിൻ ഇടുമല്ലോ അല്ലേ? അത് നിങ്ങളുടെ നാട്ടിലുണ്ടോ? അത് വയനാട്ടിലൊക്കെ പഴയ കാലത്തൊക്കെ ഉണ്ട്. ഈ വിനയക്ക് വിനയ ഏറ്റവും യഥാർത്ഥത്തിൽ എസ്പെഷ്യലി പോലീസ് സീനിയേഴ്സ് ഒക്കെ തന്നെ വിനയ പറയുന്ന പല ഫിലോസഫി ഉൾക്കൊണ്ടു എന്ന് വരില്ല.
പക്ഷേ അവരോടൊക്കെ അന്ന് ഏറ്റുമുട്ടുകയും പിന്നീട് അവര് തന്നെ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വിനയ് പറയുന്ന സൈഡിലേക്ക് വന്ന അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അത് ഒത്തിരി ഉണ്ട് അനുഭവം. ഒരു അനുഭവം പറഞ്ഞാൽ. നമ്മളെ ഡ്രൈവിങ്ങിലൊന്നും നമ്മളെ ആദ്യമൊന്നും സമ്മതിച്ചിട്ടില്ല. അതായത് നമ്മളുടെ എന്താ പറയുക, ഓതറൈസേഷൻ ഒന്നും നമുക്ക് തന്നിട്ടും ഡ്രൈവിങ് തരുന്നില്ലായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ഓതറൈസേഷൻ എടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് തന്നെ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഇപ്പം വനിതാ സ്റ്റേഷനിലൊക്കെ വന്നപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഓതറൈസേഷൻ എടുപ്പിക്കുന്ന മേലുദ്യോഗസ്ഥരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ ഒരു കാലത്ത് പറഞ്ഞത് ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ അവരിങ്ങോട്ട് ആവശ്യപ്പെട്ട് നമ്മൾ പറയുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ തൃശ്ശൂർ വർക്ക് ചെയ്യുമ്പോഴേ വിനയുടെ ഒരു ജീപ്പ് ഇരിങ്ങാലക്കൂടെ എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞല്ലോ, ഒരു DYSP ഓടിക്കാനായിട്ട്. അപ്പൊ അന്ന് വിനയ ഉടക്കി. അങ്ങനെയല്ല, അതായത് ആ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ന്യൂ ഇയറിന് നമുക്ക് പിന്നെ എനിക്ക് 22 പോലീസ് സ്റ്റേഷനാണ് നമ്മളുടെ സ്റ്റേഷൻ പരിധി. ആ 22 പോലീസ് സ്റ്റേഷന്റെ പരിധി എന്ന് പറയുമ്പോൾ വലിയ പരിധിയാണ്. അപ്പൊ ന്യൂ ഇയറിന് എന്തായാലും നമുക്ക് ഡ്യൂട്ടി ഉണ്ടാവും. അപ്പം ഡ്യൂട്ടി മൊത്തം സ്റ്റേഷൻ പരിധി നമ്മൾ അതിന്റെ ഏതൊക്കെ പോയിന്റാണ് ന്യൂ ഇയർ പ്രോഗ്രാംസ് ഉണ്ടാവും, കണ്ടമാൻ ന്യൂ ഇയർ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ ആ ന്യൂ ഇയറിലെ എന്തൊക്കെയാ പ്രോഗ്രാംസ് ആണ് അവിടെയൊക്കെ നമ്മൾ പട്രോളിങ് നടത്തണം. അത് മസ്റ്റായിട്ട് അത് ഒരാളും പറയേണ്ടതില്ല. SHOന്റെ ചുമതലയാണ്. SHOന്റെ പരിധിയിലുള്ളവിടുത്തെ ലോ ആൻഡ് ഓർഡർ നടത്തുക എന്നുള്ളത് SHOന്റെ ഡ്യൂട്ടിയാണത്. അതിൽ ആർക്കും ഇടപെടാൻ അവകാശമില്ല. അപ്പോൾ ആ ന്യൂ ഇയർ പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് വേണ്ടി നിൽക്കുമ്പോൾ പോകുന്ന സ്ഥലത്ത് നിന്ന് എന്നെ തിരിച്ചു വിളിക്കുകയാണ്, പിന്നെ നിങ്ങളുടെ ജീപ്പ് തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ മുഴുവൻ തിരിച്ചു തരണം ഓരോ ഡ്യൂട്ടിക്കായിട്ട്, പിന്നെ ജീപ്പ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷന് കൊടുക്കണം എന്നാണ്. അപ്പോൾ അതിലിപ്പോൾ ഒരു അപമാനിക്കൽ വേറെയില്ല. ഒരു SHO എന്നുള്ള നിലയിൽ നമ്മളുടെ അതായത് അതിനൊക്കെ ഭയങ്കര മെയിൽ ഈഗോസ് ഉണ്ട്. കാരണം ഒരു ജില്ല, റൂറൽ ജില്ല എന്ന് പറയുമ്പോൾ അതിൽ 3 സബ് ഡിവിഷനാണ് ഉള്ളത്. ഒന്ന് ചാലക്കുടി സബ് ഡിവിഷൻ, അതൊരു DYSPക്കാണ്. പിന്നെ ഒന്ന് പിന്നെ ഇരിങ്ങാലക്കുട സബ് ഡിവിഷൻ, അതൊരു DYSPക്കാണ്. പിന്നെ ഒരു കൊടുങ്ങല്ലൂർ സബ് ഡിവിഷൻ, അങ്ങനെ 3 സബ് ഡിവിഷനാണുള്ളത്. ഈ 3 സബ് ഡിവിഷൻ്റെയും കൂടി അതിഥിയാണ് ഈ SHO. അപ്പോൾ ഉണ്ടാകുന്നൊരു ഈഗോ ക്ലാഷ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ ധാരാളം ഇൻസൾട്ടിങ്ങുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഒരു സംശയമില്ല. ആ ജീപ്പ് നമ്മൾക്ക് ഡ്രൈവർ ഉണ്ടാവില്ല. സ്ട്രെങ്ത് ഇപ്പോഴും നമുക്കറിയാം. എന്തിനാണ് വനിതാ പോലീസ് സ്റ്റേഷൻ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം വനിതാ പോലീസ് സ്റ്റേഷൻ ശരിക്കും സൂപ്പർവൈസ് ചെയ്യുക, അതിനൊക്കെ പവറുള്ള സ്റ്റേഷനാണ്. പക്ഷേ ആ പവറിനൊന്നും അത് വില എന്നല്ല, സ്ട്രെങ്ത് ഇല്ല. പിന്നെ അതിനുള്ള കോഴ്സുകൾ തരുന്നില്ല. അത് ഒരു അവഗണിക്കപ്പെട്ട ഒരു പ്രദേശമായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് വനിതാ പോലീസ് സ്റ്റേഷൻ എന്നുണ്ട്. അതിൽ യാതൊരുവിധ 2 പിങ്ക് പെട്രോൾ ജീപ്പുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും അതിലൊന്നും തന്നെ പിന്നെ അതിന് പവറുണ്ട്. ഒപ്പിട്ട് കൊടുക്കുന്ന, അതായത് എന്താ പറയുക, വെഹിക്കിൾ ഡയറി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരാൾ മാത്രമാണ് പിന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. അങ്ങനെയാണ് എനിക്കത് മനസ്സിലായത്. പക്ഷെ നമ്മൾ നമ്മളുടേതായ ലെവലിൽ വെച്ച് നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ജീപ്പും പിന്നെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ സ്റ്റേഷൻ മൊത്തം നമുക്ക് നന്നായിട്ട് ഒരു പരിധിവരെ എനിക്ക് ഈ വിമൻ എംപവർമെൻറ്റ് വർക്കുകൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആർക്കും എന്നെ തടയാൻ പറ്റിയിട്ടില്ല. അത് പിന്നെ ശരിക്കും എന്നെ ഡ്രൈവേഴ്സ് പോലും എൻ്റെ അടുത്ത് എന്താണ് ഈ വെഹിക്കിൾ ഡയറിയിൽ ഞങ്ങൾ കാരണം എഴുതാൻ, വിമൻ എംപവർമെൻറ്റ് നിങ്ങൾ എഴുതിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു. ആരും എന്നെ തടഞ്ഞില്ല. കാരണം പിന്നെ ഒരു പരാതി നമ്മൾ അന്വേഷിക്കാൻ നമുക്ക് പോവാം. ആ പരാതി അന്വേഷിച്ച് തിരിച്ചു വരുമ്പം നമ്മളുടെ ആ ടൈം നമ്മുടേതാണ്. അപ്പം ഞാൻ കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം കയറും, ഫുട്ബോൾ കൊടുക്കും പിള്ളേർക്ക്. അവിടെ പിന്നെ അത് ഞാൻ ഫുട്ബോളുകൾ കളക്ട് ചെയ്യും, ആളുകളിൽ നിന്നൊക്കെ ഫുട്ബോളുകൾ കളക്ട് ചെയ്യും. അങ്ങനെ 4 ഗേൾസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഫുട്ബോൾ കൊണ്ടു കൊടുക്കും. പിന്നെ വോളിബോൾ കൊണ്ടു കൊടുക്കും സ്ത്രീകൾക്ക്. അങ്ങനെ നമുക്ക് വളരെയധികം ജനകീയമായിട്ട് മാറാൻ കഴിഞ്ഞു. അപ്പം അധികാരങ്ങൾ നമ്മളെ ഇല്ലെങ്കിലും ജനങ്ങളുടെ നല്ല പിന്തുണ എനിക്ക്. ജീപ്പ് ചോദിച്ച കാര്യം ആ കഥ പറഞ്ഞില്ല, എന്താ സംഭവിച്ചെന്നുള്ളത്. അത് തന്നെ. അപ്പോൾ ഈ പട്രോളിങ്ങിന് എൻ്റെ തിരിച്ചു വിളിച്ചു. അപ്പോൾ ഞാൻ ഉടനെ തന്നെ SP മാഡത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ജീപ്പ് തിരിച്ചു വിളിക്കുന്നുണ്ട് മാഡം, എന്താ ചെയ്യണം? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പട്രോളിങ് നടത്തുമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് രേഖാപരമായിട്ട് തന്നിരുന്നില്ല. അതായത് നമ്മളുടെ ഓരോ പട്രോളിങ് ചാർട്ടുകൾ നമുക്ക് രേഖാപരമായിട്ട് തരണം. അങ്ങനെയുള്ള രേഖകളിൽ നിന്നൊന്നും വനിതാ പോലീസ് സ്റ്റേഷനെ ഉൾപ്പെടുത്താറില്ല. അപ്പോൾ എല്ലാവർക്കും ഇൻസൾട്ട് ചെയ്യാനൊരു കാര്യം കൂടി അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. അത് പിന്നെ ഞങ്ങൾ രാവിലെ വരെ നമ്മൾ ഡ്യൂട്ടി ചെയ്തു. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തു, SP മേഡം അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം ജീപ്പ് കൊടുത്തോ? ഇല്ല, ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്തു എൻ്റെ ജീപ്പിൽ ഞാൻ തന്നെ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. പെട്രോളിംഗ് DYSP എങ്ങനെ റിയാക്ട് ചെയ്തു?
ഇല്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെ ഇല്ല. ഇല്ല, ഒന്നും പറഞ്ഞില്ല. അപ്പൊ ആ SP ആരായിരുന്നു നമ്മുടെ അപ്രീഷിയേറ്റ് ചെയ്ത SP? പിന്നെ ഐശ്വര്യ പിന്നെ ഡോങ്ക്രെ മാഡം. അടുത്ത ചോദ്യത്തിന് പോകുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. കുട്ടേട്ടൻ കൊണ്ടുപോകും നമ്മളെ. ഓക്കെ, ലെവൽ 2. കുട്ടേട്ടാ, ലെവൽ 2. അപ്പൊ 40,000 രൂപയുടെ ചോദ്യം കഴിഞ്ഞ് 50,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കയറുകയാണ്. 1,00,000 രൂപയുടെ ചോദ്യം. ഇന്നിവ ഇങ്ങോട്ട് വരുമ്പോഴേ 1 കോടി അടിച്ചുകൊണ്ട് പോവാം എന്നൊരു തോന്നലാണോ വന്നത്? തോന്നലൊക്കെ ഉണ്ടാവാലോ, പക്ഷെ അങ്ങനെ അടിച്ചുകൊണ്ട് പോയാൽ ആ 1 കോടി കൊണ്ട് എന്ത് ചെയ്യും? അത് എന്റെ പെൺ കളിക്കളം ആ, അത് ഗംഭീരാക്കും. അത് ഓക്കേ. അതിൽ ധാരാളം ജോലിയൊക്കെ ഇനിയുണ്ട്. ആ. അപ്പം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ കുട്ടികൾക്കുള്ള ഫെസിലിറ്റീസ്, പിന്നെയും പൈസ ബാക്കി വന്നാൽ അങ്ങനെ അത് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ തന്നെ പെൺകളിക്കളം എന്നുള്ളൊരു ആശയം നടപ്പിലാക്കാൻ വേണ്ടി ചെയ്യാവുന്നത് പരമാവധി ചെയ്യും. അപ്പൊ പുരുഷന്മാരിനി മെൻ കളിക്കളം പേരിടുവോ കളിക്കളത്തിന്? അതെ, ഓൾറെഡി അങ്ങനെ തന്നെയാണല്ലേ? അത് അങ്ങനെ തന്നെയാണ്. അത് പറയുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ കളിക്കളങ്ങളും എല്ലാ പൊതു ഇടങ്ങളും പുരുഷന്റെ ഇടങ്ങളാണ്. അപ്പൊ അവിടെ അത് സ്ത്രീകളില്ലേ? സ്ത്രീകളില്ല. അതായത് സ്ത്രീകൾ അവിടെ ആവശ്യത്തിന് വരുന്നവർ മാത്രമാണ്. അതായത് ഇപ്പം നമ്മളുടെ ഒരു ടൗണിൽ കൂടെ സ്ത്രീ പോകാത്ത, തെരുവിൽ സ്ത്രീ ഇല്ലാത്തതിൻ്റെ കാരണം അവളെ വർഗ്ഗം അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അവളുടെ വർഗ്ഗം അവിടെ ഉണ്ടെങ്കിൽ അവൾക്ക് ഭയരഹിതമായിട്ട് അവൾക്ക് അതിലൂടെ പോകാം. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് കൂടെ പോകുകയാണെങ്കിൽ നമ്മളുടെ വർഗ്ഗം ഉണ്ട് എന്നുള്ളതുകൊണ്ട്, ആളുകൾ അതിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് തരുന്ന സെക്യൂരിറ്റി വളരെ വലുതാണ്. അപ്പോൾ പെണ്ണിന് അവളുടെ വർഗ്ഗം അവിടെ ഇല്ല എന്നുള്ളതാണ് അവൾ ഇൻസെക്യൂർ ആവാനുള്ള കാരണം. ഓക്കെ, അപ്പൊ കുട്ടേട്ട എന്താ പറയാൻ വരുന്നുണ്ട്? കുട്ടേട്ടാ. ഹായ്. യെസ് ബോസ്. വിനയ, താങ്കളെ കുറിച്ച് കുട്ടിക്കാലം അന്വേഷിച്ച സമയത്ത് കുട്ടിയേട്ടന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ, താങ്കൾ ഒരാളെ ജീവനോടെ കുഴിച്ചിട്ടുണ്ട് എന്ന് കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ വിനയുടെ ജീവിതത്തില്? അതായത് ഞങ്ങള് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ നമുക്ക് അവിടെ സർക്കസുകാർ വരും. ഈ സർക്കസുകാർ അവരിങ്ങനെ ആള് കുഴിച്ചിട്ട് ജീവനോടെ കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ കത്തിക്കും. അങ്ങനത്തെ ഒരു, എന്നിട്ട് പിന്നീട് അവരിങ്ങനെ ഇറങ്ങി വരും. അപ്പൊ ഞാനും എൻ്റെ അനിയത്തിയും ഈ സർക്കസൊക്കെ കണ്ടിട്ട് പോയിട്ട് ചേന കുത്തിയ വലിയ കുഴി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ ഇവിടെ മടക്കി കുത്തി ഇട്ടു. എന്നിട്ട് മൂടി ചവിട്ടി കൂട്ടാൻ എന്നിട്ട് അമ്മ കണ്ട്, അമ്മ ഓടി വന്ന് അപ്പോഴേക്കും ഇതിങ്ങനെ തലയും കൊണ്ട് കിളക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനെ അവിടുന്ന് രക്ഷപ്പെടുത്തി അമ്മ എടുത്തു എൻ്റെ അനിയത്തിനെ. അവളിപ്പോ അവൾക്ക് 2 കുട്ടികളൊക്കെ ഉണ്ട്. അവിടെ വലിയ നമ്മളിനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. മോണിറ്റർ. ഇനി പറയുന്നവരിൽ ഏത് നഗരമാണ് ടാറ്റാ നഗർ എന്ന പേരിലും അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ജാംഷഡ്പൂർ, ഓപ്ഷൻ ബി കോയമ്പത്തൂർ, ഓപ്ഷൻ സി അഹമ്മദാബാദ്, ഓപ്ഷൻ ഡി ഭിലായ്. പിടിവള്ളി. പിടിവള്ളി വേണം. അപ്പൊ ആരുടെ വേണ്ടത്? അവിടെ കുട്ടേട്ടാ. യെസ് ബോസ്. വിനയ, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും. അതിൽ 1 ശരി ഉത്തരമാണ്. എ ജംഷഡ്പൂർ, ബി കോയമ്പത്തൂർ. ഏ പറഞ്ഞാലോ? ധൈര്യമായിട്ട് പറയൂ. ഒന്നേ ശരിയാവും അല്ലേ തെറ്റാവുന്നല്ലേ ഉള്ളൂ. ഓക്കെ, എ തന്നെ പറയുന്നു. ജംഷഡ്പൂരാണ് താങ്കൾ പ്രിഫർ ചെയ്യുന്നത്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ എ ജാംഷഡ്പൂർ ശരി ഉത്തരം. ഇപ്പോൾ 1,00,000 രൂപ കയ്യിലായി. ഇനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇതൊരു വീഡിയോ ആണ്. LED നോക്കുക. വീഡിയോ പ്ലേ ചെയ്യാം. പ്ലേ. ഈ രംഗത്തിൽ ജഗദീഷ് കേൾക്കുന്ന ബീറ്റ് ഇറ്റ് എന്ന വിഖ്യാത ഗാനം ആലപിച്ച സംഗീതജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ എൽവിസ് പ്രസ്ലി, ഓപ്ഷൻ ബി മൈക്കൽ ജാക്സൺ, ഓപ്ഷൻ സി സാം സ്മിത്ത്, ഓപ്ഷൻ ഡി സ്റ്റീവി വണ്ടർ. മൈക്കിൾ ജാക്സനൊക്കെ പറഞ്ഞോളൂ. കൂട്ടാമോ? ഓപ്ഷൻ ബി മൈക്കൽ ജാക്സൺ പൂട്ടിയിരിക്കുന്നു. ലോക്ക്ഡ്. ഇനിയിപ്പോ അതിന്റെ തലവിധിയാണ് നമുക്ക് അറിയേണ്ടത്. പോയാലങ്ങ് വയനാട് വരെ പോണ്ടേ അല്ലേ? സുൽത്താൻ ബത്തേരി വരെ പോണ്ടേ? ഓക്കെ, ഓപ്ഷൻ ബി മൈക്കൽ ജാക്സൺ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അല്ല, ഈ ഇതിപ്പം വിനയെ പ്രണയിച്ചു എന്ന് പറയുമ്പോഴേ എനിക്ക് അതിനകത്ത് ഒരു പിടിയും കിട്ടുന്നില്ല. ഏത് രീതിയിൽ അത് അങ്ങോട്ട് കയറി പ്രപ്പോസ് ചെയ്തു അല്ലേ? ഈ പെണ്ണ് കാണാനുള്ള ചടങ്ങിനോട് താല്പര്യമില്ലല്ലോ. ഇല്ല അല്ലേ? അതുകൊണ്ട് ആണിനെ പ്രപ്പോസ് ചെയ്തു. അതൊക്കെ നല്ല കാര്യമാണ്. എങ്കിലും ഈ പ്രണയത്തിൽ ഒരു സാധാരണത്വം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു.
അതൊക്കെ അതിന്റെ എല്ലാ വികാര വായ്പകളോടും തന്നെ മുന്നോട്ട് പോയി. അതിനൊന്നും കുഴപ്പമില്ല. ഒന്നുമില്ല, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ല. ഒരു അമ്മയായപ്പോഴോ? അമ്മയപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇല്ല. അത് ഇപ്പൊ നമ്മള് പ്രസവിക്കുന്നത് ഇത്രമാത്രം വലുപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നൊന്നുമില്ല. എല്ലാവർക്കും കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് നമ്മൾ പറയാറില്ല, ആ അത്ര തന്നെയല്ല. അത് സ്വാഭാവികമായിട്ട് പ്രകൃതിയുടെ ഒരു ഒരു സ്വതസിദ്ധമായ ഒരു വികാരം തന്നെയാണ്. അതിൽ കൂടുതൽ അങ്ങനെ വലിയ ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് അതിന്റെ ആവശ്യമില്ല. പ്രസവമൊക്കെ ഒരു സാധാരണ സംഭവമായിട്ട് വേണം അത്രേ ഉള്ളൂ. കാണാൻ, അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? പഠിച്ചോനെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ 70,000 രൂപയുടെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഓൾ ഇന്ത്യ റേഡിയോയുടെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ സംഗീത സംവിധായിക എന്ന നേട്ടം കൈവരിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ആർ സുബലക്ഷ്മി, ഓപ്ഷൻ ബി അംബിക, ഓപ്ഷൻ സി സുധാ സ്വർണലക്ഷ്മി, ഓപ്ഷൻ ഡി കുമാരി സച്ചു. എനിക്ക് ആർ സുബ്ബലക്ഷ്മിയാണ് ഫീൽ ചെയ്യണത്. കൂട്ടോ എന്തോ വരട്ടെ, അല്ലേ? അതെ. ഓക്കെ, ഒന്നീ വീഴും അല്ലെ വാഴും, ഇതിലേതായാലും കുഴപ്പമില്ല. ഓപ്ഷൻ എ ആർ സുബലക്ഷ്മി, അത് പൂട്ടി അല്ലേ? അപ്പൊ ദാ വീണു. വീണു ആരെ? ഞാൻ വീണു. ഉത്തരം ശരിയാണ്. 70,000 രൂപയുടെ ഉത്തരം കിട്ടി. ബോസ്. അപ്പൊ ഇനി നമുക്ക് 80,000 രൂപയിലേക്ക് പോകണം. അതിനിടെ കുട്ടേട്ട എന്തോ ഒരു ചോദ്യം ചോദിക്കണം, കാത്തു നിൽക്കുക. കുട്ടേട്ട ചോദിച്ചോളൂ. യെസ് ബോസ്. വിനയ, താങ്കൾ അമ്പലവയൽ എന്ന ഒരു സ്ഥലത്ത് ഉത്സവത്തിന് ഡ്യൂട്ടിക്ക് പോയിരുന്നു. അവിടെ ഒരു ആന പ്രശ്നമുണ്ടാക്കി എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. പിന്നീട് എങ്ങനെയാണ് അത് സോൾവ് ചെയ്തത് താങ്കൾ? അമ്പലവയൽ ആന ഇടഞ്ഞോ? ഇടഞ്ഞല്ല, ആ അമ്പലവയലിൽ ഉത്സവത്തിന്റെ ഡ്യൂട്ടിയാണ്. ആ അപ്പം ആ ടൈമില് ഇപ്പൊ പാപ്പാമാരും കുടിച്ചിട്ട് വരാറില്ല. ആ അന്ന് അങ്ങനത്തെ ലിമിറ്റേഷൻ ഇല്ല. ആ പാപ്പാൻ ഫുള്ള് ഫിറ്റാണ്. ആ അപ്പൊ ആനേന്റെ കൊമ്പ് നല്ല ജനക്കൂട്ടാ, ഭയങ്കര ജനക്കൂട്ടാ. അപ്പൊ ആനേന്റെ കൊമ്പിൽ ഇങ്ങനെ പാപ്പാൻ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോകുമ്പോ ആന അതിനനുസരിച്ച് വളരെ ആൾക്കാരും, ആന ഇങ്ങനെ തിരിയില്ല, അതിനനുസരിച്ച് ആൾക്കാർ ഇങ്ങോട്ട് തിരിയും. പിന്നെ ഇക്കൊമ്പിൽ പോകും, എന്നിട്ട് ആന ഇങ്ങോട്ട് തിരിയും, അപ്പൊ ആൾക്കാർ ഇങ്ങോട്ട് തിരിയും. അങ്ങനെ ആൾക്കാർ മുഴുവൻ, അതിൽ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട്, നിങ്ങൾ പോലീസ് എന്ത് ഉത്തരവാദിത്തമില്ലാത്ത കാണിക്കുന്നത്, ഇയാൾ കള്ളും കുടിച്ചിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാതെ ഇയാളെ കൊണ്ട് ആനേനെ പിടിപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ നിരന്തരമായിട്ട് എൻ്റെ പുറകെ വന്ന് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ആൾക്കാരൊക്കെ ഇയാളുടെ ഭാഗം കൂടുകയാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ചേട്ടാ, ഞാനിങ്ങനെ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ, ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാ, ചേട്ടൻ കൊണ്ടുപോകാൻ ആനേനെന്ന് വെച്ചു. അപ്പോഴാണ് ആളുകൾക്ക് ഇത്, ഇയാൾ എത്ര കുടിച്ചാലും ഈ ആന ഈ പാപ്പാനനുസരിച്ച് മാത്രമേ സഞ്ചരിക്കുള്ളൂ. പിന്നെ അയാള് ആ വഴി നിന്നില്ല, അയാൾ പോയി. പിന്നെ അങ്ങനെ തന്നെ ആ പാപ്പാൻ അവിടം വരെ, അമ്പലം വരെ അങ്ങനെ ജനങ്ങളെ ഒക്കെ കഷ്ടത്തിലാക്കിക്കൊണ്ട് തന്നെ അപകടമൊന്നുമില്ലാതെ അവിടം വരെ എത്തിച്ചു. നന്നായി. ഈ വിനയ്ക്ക് റോയലായിട്ട് ഒരു ഡിസ്മിസൽ കിട്ടിയപ്പോഴേ വിനയുടെ കുടുംബമൊന്നും അതിനോട് യോജിച്ചില്ല എന്ന് പറഞ്ഞു. അതെന്തായിരുന്നു കാരണം? ഒരു സർക്കാർ ജോലി കൊണ്ട് നഷ്ടപ്പെടുത്തിയതുകൊണ്ടാണോ? അല്ലാതെ അങ്ങനെ ഒരു ജോലി നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ അതിലുള്ള ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് ഉയർത്തിയതെങ്കിലും ഇപ്പം നമ്മുടെ ജോലിയല്ലേ ഇല്ലാതാവുന്നത്. ജോലി പോയി. അപ്പം നമ്മൾ ഒരു അപകടത്തിൽ പെട്ടു എന്നുള്ള നിലയിൽ പിന്നെ എല്ലാവരും പിന്നെ അകലം പാലിച്ചു. ആരും തന്നെ സപ്പോർട്ടും ചെയ്തില്ല. അത് അവരെന്തുവായിരുന്നു അവരുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായമല്ല, പിന്നെ ആവശ്യമില്ലാത്ത ചെയ്തിട്ട് ജോലിയും കളഞ്ഞു വന്നിരിക്കുകയാണ്. എത്ര കൊല്ലം? ഒരു കൊല്ലം വീട്ടിലിരുന്നു? ഒന്നല്ല, 2 വർഷത്തോളം. 2 വർഷത്തോളം ഒരു 13 മാസം സസ്പെൻഷനും പിന്നെ 12 മാസത്തോളം ഡിസ്മിസലും. 2 വർഷത്തിൽ കൂടുതൽ നിന്നു. അപ്പൊ വിനയ ശരിക്കും നിരാശയായി പോയോ? എന്ന് വെച്ചാൽ നമ്മൾ ഉയർത്താൻ ശ്രമിച്ച തത്വശാസ്ത്രം ആൾക്കാർക്ക് പിടികിട്ടൊന്നുമില്ല, നമ്മൾ പുറത്താവുകയും ചെയ്തു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നില്ല. അത് ഞാൻ പറഞ്ഞ കാര്യം വിജയിക്കും എന്നുള്ളത് തന്നെ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ അത്ര വലിയ പരാജയമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അത് പിന്നെ മനസ്സിലാക്കാൻ മറ്റുള്ളവർ വൈകിയാണ്. നമ്മുടെ കുഴപ്പമില്ല അല്ലേ? ഞാൻ വിനയ എനിക്കൊന്ന് ഒരു 7-8 കൊല്ലം വിനയ കുടുംബത്തിൽ നിന്നൊക്കെ മാറി ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. അത് ഏത് സാഹചര്യത്തിൽ അങ്ങനെ 9 കൊല്ലമൊക്കെ മാറി? അത് പിന്നെ ഈ സസ്പെൻഷനും ഒക്കെ കൂടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നീട് അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. പിന്നെ വേറെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ പുൽപ്പള്ളിയിലെ ഒരു പോലീസുകാരൻ്റെ സെൻഡ് ഓഫുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ട്രാപ്പിലാക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്ത് ട്രാപ്പ്? ട്രാപ്പ് തന്നെയായിരുന്നു ശരിക്കും. അതായത് പിന്നെ ഒരു സെൻഡ് ഓഫ് പാർട്ടിയാണ്.
അപ്പോൾ കുറേ പേര് പങ്കെടുത്ത പാർട്ടിയാണ്. അപ്പം ഞാനും പോയിട്ട് പിന്നെ ഇരുന്നു. അതായത് ഒത്തിരി, അപ്പോൾ ആ ഇരുന്ന കൂട്ടത്തിൽ പെണ്ണുങ്ങളില്ലായിരുന്നു. അപ്പോൾ അതൊരു ബാറാണ്, ബാർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അവിടെ സ്ത്രീകളില്ലായിരുന്നു. പിന്നെ അതുമല്ല, അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് വെട്ടുകേസിലെ പ്രതി ഉണ്ടായിരുന്നു അത്രേ. അത് എന്താ നമ്മളുടെ എന്തോ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ആളുകൾ, മാഫിയകൾ സ്പോൺസർ ചെയ്ത പാർട്ടിയായിരുന്നു എന്നൊക്കെ ആരോപണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇരുന്നത് ഒരു വെട്ടുകേസിലെ പ്രതിൻ്റെ അടുത്തായിരുന്നു എന്നൊക്കെയാണ് ആരോപണം. ഞാനൊരു ഒഴിഞ്ഞ കസേരയിൽ പോയിരുന്നു എന്നല്ലാതെ ഇപ്പുറത്താരാണ് അപ്പുറത്താരായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ ആ കേസ് ഇപ്പോൾ സ്റ്റിൽ പെൻഡിങ് ഹൈക്കോടതിയിലുണ്ട്. അത് ഡിഫമേഷൻ സൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. കേസുകളിപ്പോ കുറെ ആയി അല്ലേ? അതിപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ട്രാൻസ്ഫറിലൊക്കെ റെക്കോർഡ് അല്ലായിരുന്നു, 1 മാസം 3 ട്രാൻസ്ഫർ കിട്ടിയില്ലേ? അതുണ്ട്. അതൊക്കെ സാധാരണ സംഭവമല്ലേ? ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനി ലോജിക് ക്വിസ് ടൈമിലെ ചോദ്യവും ഉത്തരവും. കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: 2024 ഫെബ്രുവരി 8-ാം തീയതി തുടർച്ചയായ 6-ാം തവണയും ഒരു മാറ്റവുമില്ലാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി നിലനിർത്തിയ റിപ്പോ നിരക്ക് എത്രയായിരുന്നു? ശരിയുത്തരം 6.50 എന്നായിരുന്നു. ശരിയുത്തരം കുറെ പേര് അയച്ചു. അതിൽ നിന്ന് വിജയായി കണ്ടത് തിരുവനന്തപുരത്തെ മാളുട്ടി SB ആണ്. മാളുട്ടി, കൺഗ്രാജുലേഷൻസ്. ഇനി ഇന്നത്തെ ചോദ്യം: ഭൗതിക അസ്തിത്വമില്ലാത്തതും എന്നാൽ മൂല്യമുള്ളതുമായ ദീർഘകാല ആസ്തികളെ വിളിക്കുന്ന പേര്? ഓപ്ഷൻ എ സാങ്കല്പിക ആസ്തികൾ, ഓപ്ഷൻ ബി മൂർത്തമായ ആസ്തികൾ, ഓപ്ഷൻ സി അദൃശ്യ ആസ്തികൾ, ഓപ്ഷൻ ഡി സ്ഥിര ആസ്തികൾ. ലോങ് ടൈം അസറ്റ്സ് വിതൗട്ട് എനി ഫിസിക്കൽ എക്സിസ്റ്റൻസ് ബട്ട് possessing a value are ഓപ്ഷൻ എ fictitious assets, ഓപ്ഷൻ ബി ടാഞ്ചിബിൾ അസറ്റ്സ്, ഓപ്ഷൻ സി ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഓപ്ഷൻ ഡി ഫിക്സഡ് അസറ്റ്സ്. ക്വിസിൽ പങ്കെടുക്കുന്ന കൊമേഴ്സ് ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശരിയുത്തരം അയക്കാം താഴെ പറയുന്ന വാട്സ്ആപ്പ് നമ്പറിൽ. തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയിക്ക് ലോജി സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ CA, CMA, ACCA, CPA തുടങ്ങിയ കോഴ്സുകളിൽ സ്കോളർഷിപ്പോടെ ഉപരിപഠനവും ക്യാഷ് പ്രൈസും ലഭിക്കും. നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക്. 80,000 രൂപയുടെ ചോദ്യമാണ്. 80,000. ഓക്കെ, ക്വസ്റ്റ്യൻ പ്ലീസ്. ഓക്കെ, 2 പിടിവള്ളി ബാക്കിയുണ്ട്. ഒരെണ്ണം അവിടെ, ഒരെണ്ണം ഇവിടെ. അപ്പൊ നിങ്ങൾ റെഡി ആയിരുന്നുള്ളൂ. ഓക്കെ, ഉറപ്പായിട്ടും. ഇനി പറയുന്നതിൽ ഏത് ജീവിയുടെ പ്രധാന ബ്രീഡുകളാണ് ബിക്കാനിരി, കച്ചി, ജയ്സാൽമീരി, മേവാരി എന്നിവ? ഓപ്ഷൻ എ കുതിര, ഓപ്ഷൻ ബി ഒട്ടകം, ഓപ്ഷൻ സി കഴുത, ഓപ്ഷൻ ഡി ആന. കുട്ടേട്ടനോട് തന്നെ പോയി ചോദിക്കേണ്ടി വരും. കുട്ടേട്ടനെ തന്നെ എടുക്കാല്ലേ? കുട്ടേട്ടനെ എടുക്കണോ ഇവിടെ എടുക്കണോ? അവിടെ ചോദിക്കാല്ലേ? ഇവിടെയോ? കുട്ടേട്ടാ. വിനയ, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും. അതിൽ 1 ശരിയുത്തരമാണ്. ബി ഒട്ടകം, ഡി ആന. ഒട്ടകം. കൂട്ടാമോ? കൂട്ടാമോ? എന്നും വന്നോട്ടെന്ന് വിചാരിച്ച് കൂട്ടുക. ഇപ്പൊ മംഗളമാടാറായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓപ്ഷൻ ബി ഒട്ടകം. ഓക്കെ, പ്രശ്നമായി അല്ലേ? വിനയ, താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഒന്നാന്തരം ശരിയാ. ഒട്ടകം ശരിയാണ്. അപ്പൊ 80,000 രൂപ കിട്ടി. ഇനി നമ്മൾ 1,00,000 രൂപയിലേക്കാണ് പോകുന്നത്. 100,000 റുപ്പീസ്. അപ്പൊ നമ്മൾ ഇവിടെയല്ല, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. കുട്ടേട്ടാ, ലെവൽ 3. അപ്പൊ നമുക്ക് മനോഹരമായ ഒരു ചോദ്യത്തിലേക്ക് വേണം നമ്മൾ കടക്കാൻ. 1,00,000 രൂപയുടെ ചോദ്യമാണ്. അപ്പൊ ഇനിയിപ്പോ ലക്ഷങ്ങളുടെ കളിയാണ് കേട്ടോ. വളരെ സൂക്ഷിച്ച് മത്സരിക്കണം. അവിടെ ഒരു ചോദ്യമേ ഉള്ളൂ, ഒരു അല്ലേ, ഒരു ഇടപെടലിനെ അവിടെ സാധ്യത ഉള്ളൂ. അപ്പൊ നമുക്ക് ചോദിക്കാം. ക്വസ്റ്റ്യൻ: വനിതകളുടെ പ്രൊഫഷണൽ ടീമിന് വേണ്ടി മാത്രമായി നിർമ്മിച്ച ലോകത്തെ ആദ്യത്തെ സ്റ്റേഡിയം ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ പോർട്ട്ലാൻഡ്, ഓപ്ഷൻ ബി പോർട്സ്മൗത്ത്, ഓപ്ഷൻ സി ഒർലാൻഡോ, ഓപ്ഷൻ ഡി കൻസാസ് സിറ്റി. പിന്നീട് പെൺകളിക്കളം പോലെ ഒരു ചോദ്യമാണിത്. വലിയ ഒരു ഭയങ്കര രസമുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ വനിതകളുടെ പ്രൊഫഷണൽ ടീമിന് വേണ്ടി മാത്രം നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സ്റ്റേഡിയം, ഒരു പെൺകളിക്കളം. പോർട്ട്ലാൻഡ് എന്നാണ് എനിക്ക് എന്റെ മനസ്സ് പറയണത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ എഴുതെടുത്താലോ? അതെ അതെ. ഓക്കെ, ഒരു പിടിവള്ളി കൂടി ഉള്ളു ഇനി ബാക്കി. അപ്പൊ മനോഹരമായ ആ ചോദ്യത്തിലേക്ക് വരട്ടോ. മോൾക്കറിയാമോ? മോള് കണ്ടിട്ടുണ്ടോ? മോൾക്ക് മൈക്ക് കൊടുത്തേ, അവള് ചിലപ്പോ പറയും. ഇല്ല.
നീ ജനറൽ നോളജിന്റെ ആളല്ലേ? അറിയാം സ്പോർട്സ് GK അറിയാം, സ്പോർട്സ് ആ GK ആണിത്. ആ അപ്പൊ ഞാൻ ചോദ്യം പറയട്ടോ? ചോദ്യം കൂടെ പറയാം. വനിതകളുടെ പ്രൊഫഷണൽ ടീമിന് വേണ്ടി മാത്രമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സ്റ്റേഡിയം ഏത് നഗരത്തിലാണ്? 4 ഓപ്ഷൻ: സ്പോർട്ട്ലാൻഡ്, പോർട്സ്മൗത്ത്, ഒർലാൻഡോ, കൻസാസ് സിറ്റി. മോളെ നൂച്ച് പറഞ്ഞ ഏതാന്ന്? 4ാമത്തത് കൻസാസ് സിറ്റി. കൻസാസ് സിറ്റി എന്നാണ് അവള് പറയുന്നത്. അവളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടോ? എന്തേലും എനിക്ക് വലിയ പിന്നെ ഇതില്ല. അപ്പൊ കൻസാസ് സിറ്റി തന്നെ ഞാൻ ഉറപ്പിക്കുന്നു. അവളിലേക്ക് പോവല്ലേ? അതെ. എന്തും വരട്ടെ. എന്ത് പറ്റേ, ചെറിയ മോള് പറഞ്ഞു. തെറ്റിയാൽ അങ്ങോട്ട് വരും ആന്റി കേട്ടോ. ഓക്കെ, സാരമില്ല. അല്ല കുട്ടികളെ കൊണ്ടൊക്കെ ആന്റി നന്നോ വിളിപ്പിക്കുന്നതോ? ആന്റി കുഴപ്പമില്ലല്ലേ? ഇല്ല. ആ ഓപ്ഷൻ ഡി ഞാൻ ലോക്ക് ചെയ്തു അല്ലേ? ലോക്ക് ചെയ്യാലോ? ഓക്കെ ഓക്കെ, ലോക്ക് ചെയ്തു. അപ്പൊ നമ്മൾ 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ് ചോദിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി, അതായത് നിർഭാഗ്യവശാൽ വിനയ എത്രയോ കാലത്തെ പരിചയമാണ്. ഇവിടെ എല്ലാം ഉടഞ്ഞു വീഴാൻ പോവാ. ഉടഞ്ഞു വീഴട്ടല്ലേ? വീഴാനുള്ളതാണേ വീഴും. അതെ, നോ പ്രോബ്ലം. അങ്ങനെയല്ലേ? നോ പ്രോബ്ലം. നോ പ്രോബ്ലം. എന്നാൽ നോ പ്രോബ്ലം. നോ പ്രോബ്ലം. യു ആർ ലക്കി. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. മോള് ഗസ് ചെയ്തല്ലേ? അതെ. ആ ഓക്കെ. ഇനിയിപ്പോ 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഇനിയിപ്പോ മരിച്ചാലും വേണ്ടില്ല അല്ലേ? ഓക്കെ, അപ്പൊ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. മുൻപ് ആർമിയിൽ ഉദ്യോഗസ്ഥൻ ആയിരുന്നതിനാൽ ആരെയാണ് കാൾ മാർക്സിന്റെ കുടുംബം ജനറൽ എന്ന ചെല്ലപ്പേരിട്ട് വിളിച്ചത്? ഓപ്ഷൻ എ ഹിറ്റ്ലർ, ഓപ്ഷൻ ബി ഫ്രെഡറിക് എംഗൽസ്, ഓപ്ഷൻ സി ബെനിറ്റോ മുസോളിനി, ഓപ്ഷൻ ഡി എബ്രഹാം ലിങ്കൺ. അതല്ലേ ഇതില് ഉത്തരം തെറ്റിയിട്ടുണ്ടെങ്കിൽ? ഇതിൽ ഉത്തരം തെറ്റിയിട്ടുണ്ടെങ്കിൽ 10,000 രൂപ കൊണ്ട് വീട്ടിൽ പോണ്ടി വരും. അപ്പം ഞാൻ ക്വിറ്റ് ചെയ്യുന്നു. അപ്പൊ അത് വേണ്ട, കളി വേണ്ട. അപ്പൊ വിട്ട് ചെയ്താൽ 1/2 ലക്ഷം രൂപ കിട്ടും. എന്നാലും 1 ലക്ഷം കിട്ടില്ല. അതായത് നേരത്തെ വാങ്ങിയതിന്റെ പകുതിയാണ് അതിന്റെ നിയമം അനുസരിച്ച്. ഓക്കെ, 1 ലക്ഷത്തിന്റെ പകുതി. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തൃപ്തിപ്പെടാൻ തീരുമാനിച്ചു. അത് തന്നെയാണ്. ഇനി എന്തായാലും പിടിവള്ളി ഇല്ലല്ലോ. ഇല്ലല്ല, പിടിവള്ളിയില്ല. ഒറ്റയ്ക്കാണുള്ള യാത്രയാണ്. നമുക്ക് പരിചയമുള്ള വഴിയാത്. ജനറൽ എന്ന പേര് അത് മുസോളിനി പറയില്ല, വേണ്ട, അറിയില്ല. ക്വിറ്റ് ചെയ്യാം. അപ്പൊ വിനയ, താങ്കൾ ഈ പരിപാടിയിൽ നിന്ന് അതിമനോഹരമായി പിൻവാങ്ങുന്നു. അതെ. അപ്പൊ 1/2 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലുണ്ട്. ഓക്കെ, താങ്ക്സ്. ഇനി ഒരു ഗസ് ചെയ്ത്, ഇനി പൈസ ഒന്നും പോകുന്നില്ലല്ലോ. ഒരു ഉത്തരം പറയൂ. മുസോളിനി. തെറ്റായി. അത് എംഗൽസ് ആയി. ഫ്രെഡറിക് എംഗൽസ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപ്പൊ 1/2 ലക്ഷം രൂപ കയ്യിലുണ്ട്. ഓക്കെ. അപ്പൊ 10,000 രൂപ കൊണ്ട് പോണ്ടി വന്നേനെ. അതെ. അപ്പൊ ഇതെന്തായാലും ബെറ്റർ ആയി. അതെ, അതെ. അപ്പൊ പൊതുവെ ഇനിയിപ്പോ നമ്മുടെ ഈ പെൺകളിക്കളമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലേ? അതെ, അതെ. അത് കഴിഞ്ഞാൽ പിന്നെ ജീവിതം ബ്ലാങ്ക് ആവുമല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇവിടെ മുഴുവൻ, ലോകം മുഴുവൻ തന്നെ വിചാരിക്കുന്നത്, കേരളം മുഴുവനെങ്കിലും എല്ലാ പഞ്ചായത്തുകളിലും പെൺകളിക്കളങ്ങൾ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ആരോഗ്യമുള്ള പെൺകുട്ടികൾ, അതായത് ആജ്ഞാശക്തിയുള്ള ശരീരഭാഷയുള്ള പെൺകുട്ടികൾ വളരെ അത്യാവശ്യമാണ്. ഭയരഹിതരായിട്ട് നിവർന്ന് നടക്കുന്ന പെൺകുട്ടികൾ ലോകം മുഴുവൻ ഉണ്ടാകണമെങ്കിൽ കളിക്കളങ്ങൾ കൂടിയേ തീരും. ഇപ്പം പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പലതും വിജയിച്ചാലേൽ ഒത്തിരി മുൻപിലാണ് നമ്മൾ. ഇപ്പം ആരോഗ്യ മേഖലയിലൊക്കെ വിദേശങ്ങളെ അപേക്ഷിച്ച് നമ്മൾ കുറേ മുമ്പിലാണ്. അതേ മുൻപന്തി ഈ കളിക്കളത്തിൻ്റെ കാര്യത്തിലും എടുക്കും എന്ന് ഞാൻ, കുടുംബശ്രീ അതൊക്കെ ഒത്തിരി മുന്നോട്ട് പോയ സ്ഥലമാണ് കേരളം. അപ്പോൾ അതേ ഇത് എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ഒത്തിരി ആളുകളുടെ ഹെൽപ്പ് എനിക്ക് വേണ്ടതുണ്ട്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ സമയം, എൻ്റെ പൈസ, എൻ്റെ ബന്ധങ്ങൾ, അത് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും എനിക്ക് ചെയ്തത്. ഇപ്പം എൻ്റെ അടുത്ത് 25ഓളം കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടിയേട്ടൻ എന്തോ ഒരു ചോദ്യം കൂടെ വിനയോട് ചോദിക്കാനുണ്ട്. വിനയ, 36ഓളം പഴഞ്ചൊല്ലുകൾ താങ്കൾ മാറ്റി എഴുതിയിട്ടുണ്ട് എന്ന് കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നു. ഏതൊക്കെയാണത്? ഏതൊക്കെ പഴഞ്ചൊല്ല പ്രധാനമായിട്ട് മാറ്റി കളഞ്ഞത്? സ്ത്രീവിരുദ്ധ ചൊല്ലുകളാണ് നമ്മുടെ നാട്ടിലെ ഒത്തിരി. സ്ത്രീകൾക്കെതിരായിട്ടുള്ള, അതായത് നാരി വാണിടം, നാരകം ഇട്ടിടം, പെണ്ണൊരുമ്പിട്ടാൽ ബ്രഹ്മനും തെടുക്കില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ പഴഞ്ചൊല്ല്. അപ്പൊ അതിന് സമാനമായിട്ടാണ് ഞാൻ എഴുതിയത്. ആണിന് പുള്ളിപ്പുലിക്ക് പുള്ളി പോലെയാണ് ആണിന് വങ്കത്വം, മുരിങ്ങേന്റെ ഉറപ്പും ആണിന്റെ വിശ്വാസവും കണക്കാ, ആണിനെ സ്നേഹിക്കുന്നത് ആണും പട്ടിയും കാവലിന് കൊള്ളാം, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ആണും ഉപ്പും കുറച്ച്. ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാവ്യശാല ഞാൻ പറയാം. നാരികൾ വിശ്വവിപത്തിന്റെ നാരായ വേരുകൾ എന്നാണ് പറയുന്നത്. അങ്ങനെ കാവ്യശാലമുണ്ട്. അതുകൊണ്ടാണ് ഞാനിതുപോലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആണിന്റെ വിശ്വാസവും മുരിങ്ങേന്റെ ഉറപ്പും കണക്കാ, പല്ലി ഉത്തരം താങ്ങുന്നത് പോലെയാണ് ഭാര്യയുടെ ഗർഭത്തിൽ അഭിമാനിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അടിച്ചോ?
ഒക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. പുരുഷന്മാര് തളർന്നു പോയി കാണുമല്ലോ അത് കേട്ടോ. പുരുഷന് അത്രേ ഉള്ളൂ, വെറും വിശ്വാസ. കാക്കേന്റെ കൂട്ടില് കുയിലിന്റെ മുട്ടയാണെന്ന് കാക്കയ്ക്ക് എങ്ങനെ അറിയാം? വിശ്വസിക്കാൻ മാത്രം വിധിക്കപ്പെട്ട വർഗമാണ്. എന്നിട്ടാണ് തോന്നിയിരിക്കട്ടെ എപ്പോഴും ഓക്കെ റെഡി. അപ്പൊ വിനയ കണ്ടതില് കുറെ കാലത്തിന് ശേഷമാണ് എനിക്കൊന്നൊരു നമ്മൾ കണ്ടിട്ട് ഇപ്പൊ 20 വർഷമെങ്കിലും ആയി കാണുന്നു അല്ലേ? ഒരു 20 കൊല്ലത്തിന് ശേഷം കാണുകയാണ്. പക്ഷെ എനിക്ക് ആ ഫയറൊക്കെ ഇപ്പോഴും വിനയിൽ കാണാറുണ്ട്. നമ്മൾ തമ്മിൽ ഫ്ലോറിലൊക്കെ ഞാൻ അന്ന് ഓടി നടക്കുന്ന ഒരു കാലമായിരുന്നു. ആ കാലത്ത് വിനയ വന്ന് എന്തായിരുന്നു സാരിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലാണ്. സാരി നാരിക്ക് ചങ്ങലയോ അല്ലേ? അതില് പങ്കെടുത്ത് വളരെ ഫയർ ബ്രാൻഡ് ആയതൊക്കെ ഞാൻ ഓർമ്മിക്കുന്നു. സന്തോഷം. വിങ്സിനെ പറ്റി എന്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് വിങ്സ്. ഞാൻ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ്. ഏത് ഓർഗനൈസേഷൻ? അതെ, വിങ്സ് വിമൻ ഇന്റഗ്രേഷൻ ആൻഡ് ഗ്രോത്ത് ത്രൂ സ്പോർട്സ് എന്നാണ് ആ സംഘടനയുടെ പേര്. വിമൻ ഇന്റഗ്രേഷൻ ആൻഡ് ഗ്രോത്ത് ത്രൂ സ്പോർട്സ്. അതിലൂടെയാണ് ഞാൻ ഒത്തിരി സ്ത്രീകളെ കേരളത്തിൽ മുഴുവൻ ഉണ്ട് വോളിബോൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ 1-2 സ്ത്രീകളോളം ജപ്പാനിലേക്കൊക്കെ സെലക്ഷൻ കിട്ടി പോയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ലീഡേഴ്സൊക്കെ സ്കൂളിലെ ടീച്ചേഴ്സായിട്ടുമൊക്കെ. ഇപ്പം ഇന്ന് അതിൻ്റെ സെക്രട്ടറി രശ്മി ടീച്ചറാണ് കണ്ണൂരിലുള്ള. പിന്നെ ട്രഷറർ സുഗത ടീച്ചറാണ്. അങ്ങനെ നല്ലൊരു സ്ട്രെങ്ത് ആയിട്ട് തന്നെ കേരളം മുഴുവൻ വിങ്സ് കേരള ഉണ്ട്. വിങ്സ് ഇപ്പോൾ ഒരു സരസ്വതി അമ്മ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ അതും മുന്നോട്ട് നന്നായിട്ട് പോട്ടെ. അപ്പൊ നമുക്ക് ഇനി താഴ്ത്തു പോകാം. കുട്ടേട്ടാ ലെവൽ 1. അപ്പൊ വിനയ വരൂ, ഒരു 1.5 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പൊ ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ് ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്. കോളേജിനെ പറ്റി സത്യസാറിനെ പറ്റി ഒന്നും പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ കൊല്ലൂരി. നമുക്ക് ഇത്രയും സമയം കിട്ടിയുള്ളൂ പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ താങ്ക് യു. കാണാം നമുക്ക്. ഓക്കെ റെഡി. ഓക്കെ ബൈ. അപ്പൊ ഇതുവഴി അങ്ങനെ പോയാൽ അങ്ങ് മാടക്കര എത്താം. എല്ലാവിധമായ പുരുഷ വിവേചനങ്ങൾക്കും എതിരായിട്ടാണ് ഇത്രയും കാലം വിനയ പോരാടിക്കൊണ്ടേയിരിക്കുന്നത്. കാര്യം ഞാൻ എപ്പോഴും വിനയയുടെ വാർത്തകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവർക്ക് മടുക്കുന്നില്ലേ എന്നാണ്. ഒരിക്കലും മടുക്കാതെ ഇങ്ങനെ പോരാട്ടം നടത്തുന്ന ആളിനെ വേണം സമൂഹം അംഗീകരിക്കാൻ. ഗുഡ് ബൈ.